Hi students, welcome to Excellence Academy GATE Coaching 2027. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ CSCൻ്റെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഗേറ്റ് കോച്ചിങ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡേറ്റാബേസ് ആണ്. സോ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അതായത് നിങ്ങളുടെ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഗേറ്റ് എക്സാമിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. സോ ദ മെയിൻ വെയിറ്റേജ്, അതായത് ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു 8 to 9% അത്രയും വെയിറ്റേജ് ഉണ്ട്. ഇപ്പോൾ 100-നാണ് മാർക്കെങ്കിൽ 100-ൽ 8 to 9% വെയിറ്റേജ് ഈ ഒരു ഡേറ്റാബേസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നാണ് കിട്ടുന്നത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ആസ് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസും ഉണ്ടാകും, 2 മാർക്ക് ക്വസ്റ്റ്യൻസും ഉണ്ടാകും. അതൊരു 2 മുതൽ 3 2 to 3 ക്വസ്റ്റ്യൻസ് ഫ്രം onward ആൻഡ് മേ ബി 2 to 3 ക്വസ്റ്റ്യൻസ് ഫ്രം ദ 2 മാർക്ക് ആൾസോ. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ്, അതായത് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഇത്രയും സബ്ജക്റ്റുകളാണ്, അതായത് 10 സബ്ജക്റ്റുകളാണുള്ളത്. അതിൽ ഞാനിവിടെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് 9th സബ്ജക്റ്റ്, ദാറ്റ്സ് എ ഡേറ്റാബേസ് സബ്ജക്റ്റ്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ER മോഡൽ. ഓക്കെ, അതായത് ഡേറ്റാബേസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനുള്ളിൽ നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾ നോക്കാനുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്, ദ കോർ ടോപ്പിക്കുകളുണ്ട്. സോ ദീസ് ആർ ദ മെയിൻ കോർ ടോപ്പിക്സ് എന്ന് പറയാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദ ഫസ്റ്റ് തിങ് ഈസ് ദ ER മോഡൽ. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് എ റിലേഷണൽ മോഡൽ, ദെൻ tuple calculus, then SQL, then integrity constraints, normal forms, then file organization, then indexing, transaction, then concurrency controls. Okay, these are the topics. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് തീരുമ്പോഴത്തേക്കും നിങ്ങൾ ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും ഇവിടെ കവർ ചെയ്യുന്നുണ്ടാവുക. ദെൻ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ ഫസ്റ്റ് ടോപ്പിക്, വാട്ട്സ് ദ ER മോഡൽ. ഓക്കെ, ER മോഡൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതും അതിൻ്റെ ക്വസ്റ്റ്യൻസസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനും പോകുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് എന്തിനാണ് ER മോഡൽ എന്നും ആ ഒരു ER മോഡലിനകത്ത് എന്തൊക്കെയാണ് മെയിനായിട്ട് വരുന്ന കമ്പോണൻസ് എന്നും അത് എന്തിന് യൂസ് ചെയ്യുന്നു, ഹൗ വി ക്യാൻ യൂസ്. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഒരു ഓവറോൾ ഐഡിയ, അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് ഒരു ഗേറ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങളൊരു ഗേറ്റ് എക്സാമിന് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തൊക്കെ പോസിബിൾ ക്വസ്റ്റ്യൻസ് വരാം, ഏതൊക്കെ ടോപ്പിക്കാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്നത് എന്നതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ലാസ്റ്റ് നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ER മോഡലിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, സോ നിങ്ങൾ ഓൾറെഡി ഈ ഒരു സബ്ജക്റ്റിൻ്റെ പേര് തന്നെ എന്താ, ഡേറ്റാബേസ് എന്നല്ലേ. അതായത് നമ്മൾ ഡേറ്റാസിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു, എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നതാണ് ഈ ഡേറ്റാബേസ് സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് ഇപ്പോൾ ഡേറ്റാസിനെ നമ്മൾ സാധാരണ രീതിയിൽ നിങ്ങൾ ഡേറ്റ എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് നിങ്ങൾ സെമസ്റ്റർ എക്സാമിന് സെമസ്റ്ററിൽ, അതായത് നീ ഒരു സബ്ജക്റ്റ് പഠിച്ച സമയത്ത് നിങ്ങൾ ലാബ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾ ടേബിൾ ക്രിയേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. സോ അത് തന്നെയാണ്. സോ ആ ഒരു സമയത്ത് നിങ്ങൾ ടേബിൾ, ദാറ്റ്സ് എ റിലേഷൻ, റൈറ്റ്. സോ എങ്ങനെയാണ് നമ്മുടെ റിലേഷൻ, ദാറ്റ്സ് എ ഡേറ്റാബേസിനെ നമുക്കൊരു പിക്ടോറിക്കൽ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഡയഗ്രമാറ്റിക് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഈ ഒരു ER മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ ബേസിക് എലമെന്റ്, അതായത് ഈ ഒരു ER മോഡലിനകത്ത് വരുന്ന മെയിൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ER എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ E മീൻസ് ഇറ്റ് റെപ്രസെൻറ്റ് ആസ് എൻറ്റിറ്റി. ഓക്കെ, E എന്ന് പറയുന്നത് എന്താണ്, എൻറ്റിറ്റി. R മീൻസ് ഇറ്റ്സ് എ റിലേഷൻ. ഓക്കെ, അപ്പോൾ എൻറ്റിറ്റിയുടെയും റിലേഷൻസിനെയും എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, ഹൗ ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ്, ഹൗ ദേ ആർ ഓർഗനൈസിങ്. സോ ദാറ്റ്സ് എ ER മോഡൽ. ദ മെയിൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് എ എൻറ്റിറ്റി, ദെൻ സെക്കൻഡ് വൺ ഈസ് എ റിലേഷൻഷിപ്പ്, then is a key, then within the relationship, then within an entity there is some kind of cardinality. So how the relationship we can represent, how the entities are related, there is some cardinality, there is some degree, how they are participating. So that's also we will discuss in this particular topic. Okay, ദെൻ ഐ ഓൾറെഡി മെൻഷൻ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ER ഡയഗ്രാം, ഒരു ഡേറ്റാബേസിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അതിനാണ് നമ്മൾ ER മോഡൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ കുറേ ടേംസ് പറഞ്ഞു അല്ലേ, കുറച്ച് ടെർമിനോളജീസ് പറഞ്ഞു. ഇനി ആ ഓരോ ടെർമിനോളജീസും എന്താണെന്ന് നമുക്ക് ഓരോരോ ടോപ്പിക്കായിട്ട് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നതാണ് എൻറ്റിറ്റി.
അപ്പോൾ എന്താണ് ഈ എൻറ്റിറ്റി എന്ന് പറയുന്നത്? ആക്ച്വലി ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു ഒബ്ജക്റ്റിനെയാണ് പറയുന്നത്. അതായത് ദ എൻറ്റിറ്റി ഈസ് എൻ ഒബ്ജക്റ്റ്. സോ ആ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കലാകാം അല്ലെങ്കിൽ ഒരു ലോജിക്കലാകാം. സോ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് സ്റ്റുഡൻസ് അല്ലേ? ഇവിടെ നിങ്ങൾ പേര് പറയുന്നില്ല, ബട്ട് ഈച്ച് പേഴ്സൺ ഇൻ ഫ്രണ്ട് ഓഫ് മീ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്, റൈറ്റ്? സോ നിങ്ങൾ ഇവിടെ വന്ന് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും എനിക്ക് പറയാം എൻറ്റിറ്റീസ് എന്ന് പറയാം, എൻറ്റിറ്റി എന്ന് പറയാം. സോ ഞാനെന്ന് പറയാം, നിങ്ങളെ പഠിപ്പിക്കുന്ന ഞാനെന്ന് പറയുന്നത് എന്താണ്? ഒരു ഫാക്കൽറ്റി എന്ന് പറയുന്നത് ടീച്ചർ, അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു എൻറ്റിറ്റിയാണ്. സോ ദീസ് വി, അതായത് നിങ്ങളും ഞാനും എന്നൊക്കെ പറയുന്നത് ഒരു ഫിസിക്കൽ എൻറ്റിറ്റിയാണ്. ബട്ട് അതർ തിങ്സ് ആൾസോ ദെയർ ഇസ് എ ലോജിക്കൽ എൻറ്റിറ്റി. വാട്ട്സ് ഇൻ എ ലോജിക്കൽ? സോ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഒരു ബാങ്കിങ് സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു ബാങ്കിൽ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഒരു ബാങ്കിങ് സിസ്റ്റം തന്നെ കൺസിഡർ ചെയ്യാം. ആ ഒരു ബാങ്ക് എടുക്കുന്ന സമയത്ത് അവിടെ ഇപ്പോൾ എന്താ ഉണ്ടായിരിക്കുക? കുറേ കസ്റ്റമേഴ്സ് പോകുന്നുണ്ടാവും. ഇപ്പോൾ കസ്റ്റമർ വെറുതെ ഒരു ബാങ്കിലോട്ട് കയറി പോകില്ലല്ലോ അല്ലേ? കസ്റ്റമറിന് എന്തുണ്ടാകും? അവർക്ക് ചിലപ്പോൾ ലോൺ പർപ്പസ് ഉണ്ടാകും, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ അക്കൗണ്ട് ഉണ്ടാകും, അക്കൗണ്ടിൽ നിന്ന് കാശ് വിഡ്രോ ചെയ്യാനായിരിക്കാം, മേ ബി ഡെപ്പോസിറ്റ് ചെയ്യാനായിരിക്കും അല്ലേ? സോ അവിടെ ഒരു വൺ എൻറ്റിറ്റി വന്നായിരുന്നു. എന്തായിരുന്നു എൻറ്റിറ്റി എന്ന് പറയുന്നത്? ലോൺ അല്ലേ? ലോൺ എന്ന് പറയുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു സാധനമാണോ? അല്ല. ദാറ്റ്സ് എ ലോജിക്കൽ തിങ്, റൈറ്റ്? സോ അപ്പോൾ എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കലും ആകാം, അല്ലെങ്കിൽ അത് എന്തും ആകാം, ഒരു ലോജിക്കലും ആകാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതാണ് ഇവിടെ പറയുന്നത്. ആൻ എൻറ്റിറ്റി ഈസ് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് എക്സിസ്റ്റ് ആൻഡ് ഈസ് ഡിസ്റ്റിങ്വിഷബിൾ ഫ്രം അതർ ഒബ്ജക്ട്സ്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് പേഴ്സൺ ആവാം, അല്ലെങ്കിൽ കമ്പനി ആവാം, ഇവൻ്റ് ആകാം, അല്ലെങ്കിൽ പ്ലാൻ. ഓക്കെ, ഇനി ഈച്ച് എൻറ്റിറ്റി വിൽ ഹാവ് ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ എന്താ? ദർ ഇസ് അനദർ ടൈം ആട്രിബ്യൂട്ട്. ഓക്കെ, ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ എന്താ? ആ ഒരു എൻറ്റിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തരെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന, അതായത് നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ഒരു ക്ലാസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് റൂമിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഡിസ്റ്റിങ്വിഷൻ, നിങ്ങളുടെ പേരല്ലേ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രജിസ്ട്രേഷൻ, റോൾ നമ്പർ ഉണ്ടായിരിക്കും അല്ലേ? So these are the attributes for describing that particular object. Clear? Then അങ്ങനെയാണെങ്കിൽ എന്താണ് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്? ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ഓരോരോ എൻറ്റിറ്റീസ് ആണ്. അതുപോലെ ഞാനെന്ന് പറയുന്ന ഒരു ഇവിടെ ഇരിക്കുന്നത് എനിക്ക് എന്തെന്ന് പറയാം? ഒരു എൻറ്റിറ്റി എന്ന് പറയാം. സോ ഇപ്പം ഞാൻ നിങ്ങളെ എന്നെയും കൂടെ ഒരു ഗ്രൂപ്പ് ചെയ്ത് സെറ്റ് എന്ന് പറയില്ല. സെറ്റിൻ്റെ മീനിങ് എന്താ? കോമൺ ടൈപ്പ് അല്ലേ? അപ്പോൾ ഒരേ പ്രോപ്പർട്ടീസ് ഷെയർ ചെയ്യുന്ന കളക്ഷൻസ് ഓഫ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻറ്റിറ്റി എന്ന് പറയുക. എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുക. അതായത് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ദാറ്റ് വിൽ ഹാവ് സം കോമൺ സിമിലർ പ്രോപ്പർട്ടീസ്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അല്ലെങ്കിൽ സെയിം പ്രോപ്പർട്ടീസ്. അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നു. ക്ലിയർ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡയഗ്രാം എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ടേബിളിനെ അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ 3 ടേംസാണ് മെയിനായിട്ട് പറഞ്ഞത്. എൻറ്റിറ്റി പറഞ്ഞു, എൻറ്റിറ്റി സെറ്റ് പറഞ്ഞു, ദെൻ റിലേഷൻഷിപ്പ് പറഞ്ഞു, ആട്രിബ്യൂട്ട്സ് പറഞ്ഞു. ഇനി അടുത്ത് പറയേണ്ട മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നതാണ് റിലേഷൻഷിപ്പ്. എന്തായിരിക്കും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? അതായത് ഇവിടെ ഇരിക്കുന്ന, ഇപ്പം നിങ്ങളും ഞാനും തമ്മിൽ, അതായത് നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ടീച്ച് ചെയ്യാണ്. സോ നമ്മൾ തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അത് കേട്ട് ലേൺ ചെയ്യുന്നു, റൈറ്റ്? സോ ദിസ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീ ആൻഡ് യു. ഓക്കെ, നിങ്ങളും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളിവിടെ പഠിക്കാൻ വന്നിരിക്കുന്നു, നിങ്ങൾ അത് കേട്ട് പഠിക്കുന്നു. ദാറ്റ്സ് എ റിലേഷൻ. സോ ദാറ്റ്സ് എ റിലേഷൻഷിപ്പ്. ഓക്കെ, എന്താ ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? അവിടുത്തെ എന്താ? എൻറ്റിറ്റീസ് തമ്മിൽ, അതായത് എൻറ്റിറ്റി സെറ്റുകൾ തമ്മിലുള്ള അസോസിയേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് മോഡൽ ഒരു പിക്ടോറിക്കൽ അല്ലെങ്കിൽ ഒരു ഡയഗ്രാമാറ്റിക് വ്യൂ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഡയഗ്രാം നമ്മൾ ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കുറച്ച് റൂൾസുകൾ പറയുന്നുണ്ടാവും. ഹിയർ ആൾസോ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കുറച്ച് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആളാണ് എൻറ്റിറ്റി സെറ്റ്. അപ്പോൾ നമ്മൾ എൻറ്റിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ടായിരിക്കും. യു ക്യാൻ സീ ഹിയർ the customer is one of an entity here and the loan is another entity here. So that will be represented by using
റെക്റ്റാങ്കിൾ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ അടുത്തെന്ന് പറയുന്നത് ഡയമണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പം ഞാനും നിങ്ങളും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങളിവിടെ ഇരിക്കുന്നത് പഠിക്കാനായിട്ട് അല്ലേ, ഞാനെന്ന് പറയുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്നു. ഓക്കെ, തോട്ട്. ഓക്കെ, സോ ആ ഒരു സമയത്ത് അവർ നമ്മളെ റിലേഷൻഷിപ്പിനെ നമുക്കൊരു ഡയഗ്രാമായിട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡയമണ്ട്. സോ ഹിയർ ഒരു കസ്റ്റമർ ലോൺ എടുക്കുന്നു. സോ ദാറ്റ്സ് എ ബോറോയിങ് ലോൺ, റൈറ്റ്? സോ ദ കസ്റ്റമറും ലോണും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ബോറോവർ. ദാറ്റ്സ് എ റിലേഷൻഷിപ്പ് നെയിം ആൻഡ് ഇറ്റ് വിൽ ബി ഡിനോട്ടഡ് ബൈ യൂസിങ് വാട്ട്, വിച്ച് ഷേപ്പ്? ദാറ്റ്സ് എ ഡയമണ്ട് ഷേപ്പ്, റൈറ്റ്? ദെൻ ഇവർ തമ്മിൽ കണക്ട് ചെയ്യാണ്ടേ, ഇപ്പോൾ എൻറ്റിറ്റി ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, ഇവർ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിങ്ക്. ഓക്കെ, നമ്മൾ ലിങ്ക് യൂസ് ചെയ്യുന്നതാണ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഈച്ച് എൻറ്റിറ്റിക്കും ഞാൻ പറഞ്ഞു, എൻറ്റിറ്റി സെറ്റിനും അതിനൊരു കോമൺ സെറ്റ് ഓഫ് സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ടാവും അല്ലേ, അവർ ഷെയർ ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടീസ് അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഇവിടെ ആട്രിബ്യൂട്ട്സ് എന്ന് വിളിച്ചു. സോ ഇവിടെ ആട്രിബ്യൂട്ട്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഓവൽ ഷേപ്പുകളാണ്. നമ്മൾ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? ഓവൽ ഷേപ്പുകളാണ്. ഓക്കെ, ഫോർ ഹിയർ ദ കസ്റ്റമർ ഈസ് ആൻ എൻറ്റിറ്റി. ദ കസ്റ്റമർ ഹാവ്സ് എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. വാട്ട് ആർ ദേ? ദ കസ്റ്റമർ നെയിം, കസ്റ്റമർ സ്ട്രീറ്റ്, ദ കസ്റ്റമർ ID, the customer city. These are the attributes here for what? The customer entity set. Okay, so that will be represented by using which one? That by represented by using the oval shape. So oval shape il നമ്മൾ എലിപ്സ്. ഓക്കെ, ഓവൽ ഷേപ്പ് മീൻസ് ദ എലിപ്റ്റ്. ഓക്കെ, അതിലായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബട്ട് നമുക്കത് പല രീതിയിൽ ഡിനോട്ട് ചെയ്യട്ടോ. ഓവൽ ഷേപ്പ് അത് എലിപ്സ് തന്നെയായിരിക്കും, ബട്ട് ഇറ്റ് വിൽ ബി ഡിനോട്ടഡ് ബൈ യൂസിങ് സം അതർ. ദർ ഇസ് സം കൈൻഡ്സ് ഓഫ് ദർ ആർ സം ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് നമുക്കുണ്ട്. സോ അത് നമ്മൾ ഇനി വരാൻ പോകുന്ന നമ്മുടെ സ്ലൈഡിൽ നമ്മൾ നോക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഇതെന്താണ് ഡബിൾ എലിപ്സ് എന്താണെന്നും ഡാഷ് എലിപ്സ് എന്താണെന്നും. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് ആ ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റി സെറ്റിനെ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും? അണ്ടർലൈൻ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യും. ഹിയർ യു ക്യാൻ സീ ദ കസ്റ്റമർ ID. ദ കസ്റ്റമർ ID ഈസ് യൂണീക്ക് ഫോർ ദാറ്റ് പർട്ടിക്കുലർ കസ്റ്റമർ. സോ ഇറ്റ് ഈസ് എ യൂണീക്ക്, ദാറ്റ്സ് എ പ്രൈമറി തിങ്. സോ ഇറ്റ് വിൽ ബി അണ്ടർലൈൻഡ്. ക്ലിയർ? Then we can go into the next thing. ഓക്കെ, നേരത്തെ പറഞ്ഞു നമ്മുടെ ഡേറ്റാബേസ് ആണ് അല്ലേ. അപ്പോൾ ആ ഡേറ്റാബേസ് എന്ന് പറയുന്നത് കളക്ഷൻസ് ഓഫ് ടേബിൾസ് അല്ലേ, ആ ഓരോ ടേബിൾസും. സോ ഹിയർ ദിസ് ഈസ് ദ ടേബിൾ. ഓക്കെ, അതായത് ഇവിടെ ഒരു കസ്റ്റമർ ടേബിൾ ഉണ്ട്, നമുക്കൊരു ലോൺ ടേബിൾ ഉണ്ട്. ആ ലോൺ ടേബിളിനകത്തുള്ള ഇതൊക്കെയാണ് അതിനകത്തുള്ള വാല്യൂസ് അല്ലേ. അതിനൊരു പിക്ടോറിക്കൽ, അതിന് നമ്മൾ ഗ്രാഫിക്കലായിട്ട് ഡിനോട്ട് ചെയ്തപ്പോൾ നമുക്കിതെന്താ ഈ ഒരു ഫിഗർ കിട്ടിയല്ലേ. ക്ലിയർ അല്ലേ? ദെൻ ഓക്കെ, the next topic, that's a attribute. അപ്പോൾ നമ്മൾ എൻറ്റിറ്റി എന്താണെന്ന് പഠിച്ചു. എൻറ്റിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പ്രോപ്പർട്ടി, അതായത് എൻറ്റിറ്റി സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് ആട്രിബ്യൂട്ട്സ് എന്നും പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ പറയുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ആട്രിബ്യൂട്ട്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് an entity is represented by a set of attribute that is a descriptive properties possessed by all members of an entity set. അതായത് അതിനകത്തുള്ള എല്ലാ മെമ്പേഴ്സിനും ഇതൊരു കോമൺ ആയിരിക്കും, അല്ലാതെ ഒരാൾക്കൊന്ന് അങ്ങനെയല്ല. അതുകൊണ്ടാണ് അതിനെ എൻറ്റിറ്റി സെറ്റ് എന്ന് പറയാൻ തന്നെ കാരണം. ക്ലിയർ അല്ലേ? ദെൻ ഇവിടെ നോക്കിയ കസ്റ്റമർ, ഓക്കെ, ദെൻ ലോൺ, ദർ ആർ ദ എൻറ്റിറ്റി സെറ്റ്, ദേ ഹാവ് സം കോമൺ ആട്രിബ്യൂട്ട്സ്. ക്ലിയർ? ദെൻ ഇതിനകത്ത് വരുന്ന സെറ്റ് ഓഫ് പ്രിമിറ്റഡ്, അതിനകത്ത് വരുന്ന വാല്യൂസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഡൊമൈൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഡൊമൈൻ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മൾ ആട്രിബ്യൂട്ട്സിൻ്റെ ടൈപ്പാണ് പറയുന്നത്. മെയിൻലി നമ്മൾ ആട്രിബ്യൂട്ട്സിനെ 3 സെറ്റായിട്ട് 3 ക്ലാസിഫിക്കേഷനായിട്ട് പറയുന്നു. ദ ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ആൻഡ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. ഓക്കെ, എന്തായിരുന്നു പേര്? സിമ്പിൾ ആൻഡ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂഡ് ഓർ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. ദ തേർഡ് വൺ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. ഓക്കെ, ആ പേര് പറയുന്നതിനകത്ത് തന്നെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ബാങ്കിങ് സിസ്റ്റം കൺസിഡർ ചെയ്യുക. ഓക്കെ, കൺസിഡർ ചെയ്യേണ്ട ഒരു ബാങ്കിങ് സിസ്റ്റമാണ്. ഓക്കെ, ആ ഒരു ബാങ്കിങ് സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള എൻറ്റിറ്റീസ് എന്തൊക്കെയാണ്? കസ്റ്റമർ ഒരു എൻറ്റിറ്റിയാണ് അല്ലേ, കസ്റ്റമർ ഉണ്ടാകാം. അതായത് കസ്റ്റമർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഒബ്ജക്റ്റ് ആണ് അല്ലേ. സോ എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ്, ദാറ്റ്സ് ആർ ഓൺ എൻറ്റിറ്റി സെറ്റ്. ദെൻ അവിടെ നമ്മൾ സർവീസ് ചെയ്യാനായിട്ട് അവിടെ ആരുണ്ടാവും? എംപ്ലോയീസ് ഉണ്ടാവും, റൈറ്റ്. സോ എംപ്ലോയീസ് ആർ അനദർ ഓൺ എൻറ്റിറ്റി സെറ്റ്, റൈറ്റ്. സോ
ഇങ്ങനെ നമുക്ക് എൻറ്റിറ്റീസ് ഉണ്ട്. സോ ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തു, നമ്മുടെ കസ്റ്റമർ. ഓക്കെ, ഈച്ച് കസ്റ്റമറിനും കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിനകത്ത് വരുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ പറയുന്നു കസ്റ്റമർ ID. ഓക്കെ, ഈച്ച് കസ്റ്റമറിനും അവിടെ പോകുമ്പോൾ ആ ഒരു കസ്റ്റമറിനെ യുണീക്ലി, ഇപ്പം എനിക്ക് അവിടെ ഇരിക്കുന്ന എംപ്ലോയീസ് ഒരു കസ്റ്റമർ, അയാളുടെ പേര് ഇങ്ങനെ വെച്ചിട്ടായിരിക്കത്തില്ല അവരെ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദാറ്റ് കസ്റ്റമർ ലോഗിൻ ടു അതായത് ആ ഒരു ബാങ്കിങ് സിസ്റ്റത്തിൽ പോകുമ്പോൾ ആ ഒരു കസ്റ്റമറിനെ യുണീക്ലി സെറ്റപ്പ് ചെയ്യുന്ന ഒരു എന്തായിരിക്കും, ആ ഒരു കസ്റ്റമറിൻ്റെ ഒരു ID വെച്ചിട്ടായിരിക്കും അല്ലേ. സോ ആ ഒരു കസ്റ്റമറിൻ്റെ ID എന്ന് പറയുന്നത് അത് നമുക്ക് പിന്നെ മാറ്റാൻ പറ്റുന്നതൊന്നല്ല, ദാറ്റ് ഈസ് സിമ്പിൾ. ആ ഒരു വാല്യൂടെ നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ദാറ്റ് ഈസ് നോൺ ആസ് സിമ്പിൾ. ഓക്കെ, എന്താ ഇപ്പോൾ സിമ്പിൾ എന്ന് പറയുന്നത്? ദ ആട്രിബ്യൂട്ട് കനോട്ട് ഫർദർ ഡിവിസിബിൾ, ദാൻ ഇറ്റ് ഈസ് നോൺ ആസ് സിമ്പിൾ. ക്ലിയർ? ഇനി അപ്പോൾ എന്തായിരിക്കും കോമ്പോസിറ്റ് എന്ന് പറയുന്നത്? ജസ്റ്റ് ഓപ്പോസിറ്റ് ചിന്തിക്കുക. അതായത് ഇപ്പം എൻ്റെ ഒരു പേര്, ഞാൻ ഇപ്പോൾ എന്താ പറയുക, ഒരു കസ്റ്റമറിൻ്റെ നെയിം കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് അയാൾക്കൊരു നെയിം ഉണ്ടായിരിക്കും അല്ലേ, ഫസ്റ്റ് നെയിം ഉണ്ടാവും, ദെൻ അയാൾക്ക് സർനെയിം ഉണ്ടാവും അല്ലേ. സോ നമുക്കതിനെ ഫസ്റ്റ് നെയിം ഉണ്ടാവാം, മിഡ് നെയിം ഉണ്ടാവാം, ലാസ്റ്റ് നെയിം ഉണ്ടാവാം. അപ്പോൾ നമുക്ക് നെയിമിനെ നമുക്ക് 3 ആയിട്ട് പറയാം. എന്തൊക്കെയാണ് നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടാണേ. ആ ആട്രിബ്യൂട്ടിന് നമ്മൾ എന്ത് പറഞ്ഞു? ഫസ്റ്റ് നെയിം പറഞ്ഞു, മിഡ് നെയിം പറഞ്ഞു, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ലാസ്റ്റ് നെയിം പറഞ്ഞു അല്ലേ. ഇത് 3ഉം പ്രത്യേകം ഇതിന് 3നും വേറെ വാല്യൂസ് ഉണ്ടാവും. ഫസ്റ്റ് നെയിമിന് ഒരു വാല്യൂ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എൻ്റെതാണെങ്കിൽ എനിക്കൊരു പേരുണ്ടാവും, ദറ്റ്സ് കവിത. അതുപോലെ തന്നെ എനിക്കൊരു ലാസ്റ്റ് ഒരു നെയിം ഉണ്ടാവും, സംടൈംസ് മിഡിൽ നെയിം ഉണ്ടാകും അല്ലേ. സോ ദിസ് ഈസ് ദ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. ആൻഡ് ആട്രിബ്യൂട്ട് ഈസ് ഫർദർ ഡിവിസിബിൾ ആൻഡ് മേക്ക് ഇൻ ടു ദ കളക്ഷൻ. അതായത് എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ടായിരിക്കും, ആ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ടായിരിക്കും ഓൺ വാല്യൂ ആക്കി മാറ്റുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. ക്ലിയർ? ഓക്കെ അല്ലേ. ഇനി നമുക്കപ്പോൾ അടുത്തത് നോക്കിയാലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്. അപ്പോൾ എന്തായി ഒരു സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്? പേര് തന്നെ ഉണ്ട്, വാല്യൂ അല്ലേ. അതായത് ആ ഒരു ആട്രിബ്യൂട്ടിന് 1 വാല്യൂ ഉണ്ടാവത്തുള്ളൂ, ദാറ്റ്സ് നെവർ ചേഞ്ച്. സോ ദാറ്റ് ഈസ് നോൺ ആസ് സിംഗിൾ വാല്യൂഡ്. സെയിം എക്സാമ്പിൾ നമ്മൾ പറയുന്ന ഒരു കസ്റ്റമറിൻ്റെ ID, ഒരു കസ്റ്റമർ കറസ്പോണ്ടിംഗ്ലി ഓൺ കസ്റ്റമർ ID അല്ലേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റി സെറ്റിനകത്ത് വരുന്നതാണ് ആരെന്ന് പറയുന്നത്? സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ ഓർ മേ ബി രജിസ്ട്രേഷൻ നമ്പർ. അതെന്ന് പറയുന്നത് ആ ഒരു സ്റ്റുഡൻറ്റിനെ യുണീക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടല്ലേ ഉപയോഗിക്കാം. സോ ദാറ്റ് ഈസ് ആൾസോ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് സിംഗിളാണ്. അതിന് മൾട്ടിപ്പിൾ ഒരു കുട്ടിക്ക് ഒരു റോൾ നമ്പർ തന്നെയായിരിക്കും ഉണ്ടാവുക. മൾട്ടിപ്പിൾ റോൾ നമ്പർ ഉണ്ടാവുമോ? ഇല്ല. ദാറ്റ് ഈസ് നോൺ ആസ് സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്. ക്ലിയർ? ഇനി പറയുന്നത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. അപ്പോൾ എന്താ മൾട്ടിപ്പിൾ വാല്യൂ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് തന്നെ ഒരു കസ്റ്റമർ ഉണ്ട്. ഈ ഒരു കസ്റ്റമറിൻ്റെ അഡ്രസ്സ് തിങ്ക് ചെയ്യാം. ഇപ്പോൾ ആ ഒരു കസ്റ്റമറിന് ഇപ്പോൾ മേ ബി ഒന്നിൽ കൂടുതൽ അഡ്രസ്സ് ഉണ്ടാവും. മേ ബി ദർ ഇസ് എ പെർമനൻ്റ് അഡ്രസ്സ് ഉണ്ടാവും, ഇപ്പോൾ കറണ്ട് റെസിഡൻഷ്യൽ അഡ്രസ്സ് ഉണ്ടാവും, ടെമ്പററി അഡ്രസ്സ് ഉണ്ടാവും. സോ മോർ ദാൻ 1 അഡ്രസ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. ക്ലിയർ അല്ലേ? ഒന്നിൽ കൂടുതൽ വാല്യൂ ഉള്ള ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. സോ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് പറയാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ഞാൻ ഇപ്പോൾ ഒരാൾ ജനിച്ച മന്ത് 5th ദിവസം 5th മന്ത് 1993 ഒരാൾ ജനിച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരാൾ ജനിച്ചു. സോ ഞാനിപ്പോൾ അയാൾ ജനിച്ച വർഷം എന്ന് പറഞ്ഞാൽ 1993 ആണ്. സോ ഞാൻ ട്രൈ ടു കാൽക്കുലേറ്റിംഗ് 2000 എന്ന് പറയുന്ന വർഷമാകുമ്പോൾ അയാൾക്ക് എത്ര ഏജ് ഉണ്ടാകും എന്ന് എനിക്ക് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൂടെ? സോ ദാറ്റ് ഈസ് നോൺ ആസ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. അതായത് ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂ ഉപയോഗിച്ച് മറ്റൊരു ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ഉപയോഗിച്ച് മറ്റൊരു ആട്രിബ്യൂട്ടിനെ എനിക്ക് ഡിറൈവ് ചെയ്യാൻ സാധിച്ചാൽ ദാറ്റ് ഈസ് നോൺ ആസ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചത് 3 സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. സിമ്പിൾ ആൻഡ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, സിംഗിൾ വാല്യൂഡ് ഓർ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്, ദെൻ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. ക്ലിയർ റൈറ്റ്? സോ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഓരോ റെപ്രസെൻറ്റേഷൻ ഡയഗ്രാമിൽ അല്ലേ, എക്ലിപ്സ് അതായത് ഓവൽ ഷേപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് ആട്രിബ്യൂട്ട്സിനകത്ത് സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമുക്കതൊന്ന് നോക്കിയാലോ? ദെൻ ബിഫോർ ദാറ്റ് യു ക്യാൻ സീ ദിസ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നെയിം എങ്ങനെ വന്നു എന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് അഡ്രസ് ഈസ് അനദർ വൺ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് ആണ് കേട്ടോ. അത് സബായിട്ട് എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഈ ഒരു ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. ദെൻ നമുക്കൊരു ER മോഡൽ, നമ്മൾ ആട്രിബ്യൂട്ട്സ് നമ്മളിപ്പോൾ പല തരത്തിലുള്ള
ആട്രിബ്യൂട്ട്സ് പഠിച്ചു. അപ്പോൾ ആ ഓരോ ടൈപ്പ് ആട്രിബ്യൂട്ട്സിനെയും ഡയഗ്രാമിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ബിക്കോസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇത് വരാറുണ്ട്. ഓക്കെ, അല്ല ആദ്യത്തത് നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ ഒരാൾ, അതായത് ഏതൊരു ആട്രിബ്യൂട്ടാണോ മറ്റൊരു ആട്രിബ്യൂട്ടിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, ദാറ്റ്സ് എ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്, ഈസ് ഓൾവേസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഡാഷ്ഡ്. ദിസ് ഇസ് വൺ തിങ്. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, ദാറ്റ്സ് ഏജ്. ദ നെക്സ്റ്റ് തിങ്, ഏതൊരു ആട്രിബ്യൂട്ടിനാണോ മൾട്ടിപ്പിൾ വാല്യൂ ഉള്ളത്, ദാറ്റ് ഇസ് എ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്, ദാറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ഡബിൾ എലിപ്സ്ഡ്. ക്ലിയർ? ദെൻ ഏതൊരു ആട്രിബ്യൂട്ടിനാണോ അതായത് നമുക്കതിനെ വീണ്ടും 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 എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്, ഇറ്റ്സ് എ കോമ്പോസിറ്റ്. ഓക്കെ, അങ്ങനെയുള്ള ആട്രിബ്യൂട്ട് നമുക്ക് ഇങ്ങനെ കണ്ടോ, ദർ ഇസ് ആൻ അഡ്രസ്, ദ അഡ്രസ് വിൽ ബി സബ് ഡിവൈഡ് ആസ് സ്ട്രീറ്റ്, സിറ്റി, സ്റ്റേറ്റ്, പിൻ കോഡ്, അഗെയിൻ ദ സ്ട്രീറ്റ് വിൽ ബി ഡിവൈഡ് സബ് സെക്ഷൻ. സോ ദിസ് ഈസ് ദ composite attribute. Then another one thing, which attribute that will be for uniquely identifying for one thing, that is a that will be underlined, that particular attribute we need to underline, that's a primary key. Okay, clear? Then we can go on to the next topic. Okay, still now we discussed about the attributes and attributes types, right? How we need to represent everything. We already learn about what is an entity. നമ്മൾ എന്താണ് എൻറ്റിറ്റി എന്ന് നോക്കിയല്ലേ? ശരിക്കും നമ്മളിനി നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ. അതായത് എൻറ്റിറ്റീനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്ട്രോങ് എൻറ്റിറ്റി, ദാറ്റ്സ് എ റെഗുലർ എൻറ്റിറ്റി. നെക്സ്റ്റ് ഒന്ന് പറയുന്നത് വീക്ക് എൻറ്റിറ്റി. അപ്പോൾ എന്താണ് സ്ട്രോങ്, എന്താണ് വീക്ക് എൻറ്റിറ്റി എന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, ഒരു എക്സാമ്പിൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ബാങ്ക്, നിങ്ങളൊരു ബാങ്കിൽ പോയി, നിങ്ങളെന്ന് പറയുന്ന അവിടുത്തെ ഒരു കസ്റ്റമർ ആയിരുന്നു. ദെൻ നിങ്ങൾക്ക് അവിടെ നിന്നൊരു ലോൺ വേണം അല്ലേ? ലോൺ വേണം. ക്ലിയർ? അപ്പോൾ ഈ കസ്റ്റമർ എന്ന് പറയുന്നതും ലോൺ എന്ന് പറയുന്ന രണ്ട് എൻറ്റിറ്റിയാണ്. അപ്പോൾ കസ്റ്റമർ എന്ത് ചെയ്യുന്നു? ലോൺ ബോറോ ചെയ്തു. സോ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം, റൈറ്റ്? ബട്ട് എന്താ അവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് കസ്റ്റമർ എന്ന് പറയുന്ന ആൾ ലോൺ ഇല്ലെങ്കിലും അവിടെ നിലനിൽക്കും. അതായത് ആൻ എൻറ്റിറ്റി ഇറ്റ്സ് ക്യാൻ സ്റ്റാൻഡ് ഓൺ ഇറ്റ് സെൽഫ്, അതായത് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കത്തില്ല നിൽക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു എൻറ്റിറ്റീനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രോങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും വീക്ക് എന്ന് പറയുന്നത്? അതായത് കസ്റ്റമർ ഇല്ലെങ്കിൽ ലോൺ ഉണ്ടാകും അവിടെ. അതായത് ഒരു പർട്ടിക്കുലർ ലോൺ അക്കൗണ്ട് വിചാരിക്കാം, അയാൾ ആ ഒരു ലോൺ എന്ന് പറയുന്ന കാര്യം ആ ഒരു കസ്റ്റമറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ വീക്ക് എൻറ്റിറ്റി. ക്ലിയർ? എനി ഡൗട്ട്? സോ ഇവിടെ പറയാം, എ വീക്ക് എൻറ്റിറ്റി ഈസ് ആൻ എൻറ്റിറ്റി ദാറ്റ് എക്സിസ്റ്റൻസ് ഡിപ്പെൻഡ് ഓൺ സം അതർ എൻറ്റിറ്റി. ക്ലിയർ? ദാറ്റ് ഈസ് നോൺ ആസ് വീക്ക് എൻറ്റിറ്റി. ഇനി അങ്ങനെ അല്ലെങ്കിൽ എ റെഗുലർ എൻറ്റിറ്റി ഈസ് ആൻ എൻറ്റിറ്റി വിച്ച് ഈസ് നോട്ട് വീക്ക്. ഓക്കെ, വീക്ക് അല്ലാത്തൊരു എൻറ്റിറ്റി നമ്മൾ എന്തെന്ന് പറയുന്നു? റെഗുലർ എൻറ്റിറ്റി എന്ന് പറയുന്നു. സോ ദ എക്സിസ്റ്റൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഈ ഒരു പോയിൻറ്റ്സുകളായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് ചോദിക്കുക കേട്ടോ. ഓക്കെ, ദ എക്സിസ്റ്റൻസ് ഓഫ് ദ വീക്ക് എൻറ്റിറ്റി സെറ്റ് ഡിപ്പെൻഡ് ഓൺ ദ എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് എൻറ്റിറ്റി സെറ്റ്. ഓക്കെ, അതായത് വീക്ക് എൻറ്റിറ്റീൻ്റെ ഡിപ്പെൻഡൻസ് ആര് വെച്ചിട്ടാണ്? നമ്മുടെ സ്ട്രോങ് എൻറ്റിറ്റീനെ വെച്ചിട്ടായിരിക്കും എന്ന് പറയുന്നു. ദെൻ ഇവർക്ക് കുറച്ച് റൂൾസുകളുണ്ട്. അതായത് ഇവരെപ്പോഴും ഒരു 1 to many റിലേഷൻഷിപ്പിലും, അതായത് ടോട്ടൽ പാർട്ടിസിപ്പേഷനും പങ്കെടുക്കണമെന്നാണ്. സോ ഇപ്പം നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാവില്ല, എന്താണ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്നും എന്താണ് 1 to many റിലേഷൻഷിപ്പ്. നമ്മളിത് അങ്ങോട്ട് പഠിക്കുന്നുണ്ട്, എന്താണ് ഈ പാർട്ടിസിപ്പേഷൻ എന്നും എന്താണ് ടോട്ടൽ മെനി എന്നൊക്കെ നിങ്ങൾ പഠിക്കും. സോ ആ ടൈമിൽ നിങ്ങൾക്കിത് മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ അറിയണം. അതായത് എന്താണോ വീക്ക് എൻറ്റിറ്റി അയാൾ ടോട്ടൽ പാർട്ടിസിപ്പേഷനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അയാളൊരു 1 to many റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിരിക്കണം. ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ഒരു വീക്ക് എൻറ്റിറ്റി ഒന്നോ ഒന്നിൽ കൂടുതലോ റെഗുലർ എൻറ്റിറ്റി ടൈപ്പുമായിട്ട് റിലേറ്റ് ആയിട്ടും ഇരിക്കാം. സോ അതാണ്, ഇത്രയാണ് നമ്മുടെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റ്സ് അറിഞ്ഞിരിക്കണം. ഒക്കെ ഒരു വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻറ്റിറ്റി മറ്റൊരു എൻറ്റിറ്റീൻ്റെ ആശ്രയത്തോടെയാണ് നിലനിൽക്കുന്നത്. ആ ഒരു മെയിൻ എൻറ്റിറ്റി പോയാൽ ഈ വീക്കായിട്ടുള്ള ആളും എന്ത് ചെയ്യും? പോകും. സോ ദാറ്റ് ഈസ് നോൺ ആസ് എന്തെന്ന് പറയുന്നു? വീക്ക് എൻറ്റിറ്റി. ഒരു എക്സാം നമ്മൾ സാധാരണ ഒരു രീതിയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഒരു കുട്ടി
ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിനാവട്ടെ, വേറെ എന്ത് കാര്യത്തിനാവട്ടെ, ആ ഒരു കുട്ടി, ഞാൻ കോമൺ ഈ ഒരു എൻറ്റിറ്റി റിലേഷൻഷിപ്പിലോട്ട് പോകരുത്, അല്ലാതെ കോമൺ ആയിട്ട് ചിന്തിക്കുക കേട്ടോ. ഇപ്പോൾ ഒരു കുട്ടി ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ എന്ന് വിചാരിക്കുക. സോ എന്താ സംഭവിക്കുക, ആ ഒരു പേഴ്സൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലാതായ ഈ ഒരു കുട്ടിക്ക് നിലനിൽപ്പുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സണ് നിലനിൽപ്പുണ്ടോ? ഇല്ല അല്ലേ. സോ ദാറ്റ്സ് എ തിങ്. ഓക്കെ, ദാറ്റ് come into your mind, then that's a weak thing, right? So similar also weak entity. Clear? Any doubt? Then ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇവിടെ നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2 എൻറ്റിറ്റീസിനെ തമ്മിലാണ് എടുത്തത്. ലോണും ഉണ്ട്, പേയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പേയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിന്ന് എടുക്കാൻ കാരണം, നമ്മൾ പേയ്മെൻറ്റിന് ഒരു ടൈം ഉണ്ടാവും, പേയ്മെൻറ്റ് ചെയ്യുന്ന ഇത്ര എമൗണ്ട് ഓഫ് പേയ്മെൻ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലേ. സോ ആ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ഒരു അക്കൗണ്ടിലോട്ടായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ആ ഒരു പേയ്മെൻറ്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, ദാറ്റ് പർട്ടിക്കുലർ ലോണുമായിട്ട് മാത്രം. ഇപ്പം ലോൺ ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും അവിടെ? ഇല്ല. സോ ദാറ്റ് ഇസ് അവർ വീക്ക്. ഓക്കെ, ഹിയർ ദ ലോൺ ഈസ് കൺസിഡർഡ് ആസ് അവർ സ്ട്രോങ് എൻറ്റിറ്റി, റൈറ്റ്? സോ ഇവിടെ നമുക്ക് അടുത്തറിയേണ്ട അടുത്തൊരു കാര്യം. ഓക്കെ, നമ്മൾ അനോട്ടേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ എൻറ്റിറ്റിനെ നോർമലി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? റെക്റ്റാങ്കിൾ ആയിട്ടാണ് അല്ലേ. സോ ഇവിടെ നമ്മളതൊരു സ്ട്രോങ് ആണെങ്കിൽ ഇറ്റ്സ് റെക്റ്റാങ്കിൾ, ദർ ഇസ് നോ ചേഞ്ച്. ബട്ട് അതൊരു വീക്ക് ആണെങ്കിൽ നമ്മളതിനെ ഡബിൾ റെക്റ്റാങ്കിളിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഏതൊരു എൻറ്റിറ്റി ആണോ വീക്കായിട്ടുള്ളത് അവരെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഡബിൾ റെക്റ്റാങ്കിൾ യൂസ് ചെയ്യുന്നു. ദെൻ ആ ഒരു സ്ട്രോങ് എൻറ്റിറ്റിയും ആ ഒരു വീക്ക് എൻറ്റിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു റിലേഷൻ ഉണ്ടാവില്ലേ? ദാറ്റ് റിലേഷൻഷിപ്പ് ആൾസോ വി നീഡ് ടു റെപ്രസെൻറ്റ് ബൈ യൂസിങ് ഡബിൾ ഡയമണ്ട്. ക്ലിയർ? സോ അപ്പോൾ നമ്മളിവിടുന്ന് 2 കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ സ്ട്രോങ് എൻറ്റിറ്റി എന്താണെന്ന് പഠിച്ചു, വീക്ക് എൻറ്റിറ്റി എന്താണെന്ന് പഠിച്ചു. ദെൻ സ്ട്രോങ് എൻറ്റിറ്റിയും വീക്ക് എൻറ്റിറ്റിയും എങ്ങനെ ഡയഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പഠിച്ചു. ദെൻ അത് തമ്മിലുള്ള മെയിൻ കോമൺ പോയിൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കി. ദെൻ അതിൻ്റെ കൂടെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന റിലേഷൻഷിപ്പ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നും പഠിച്ചു. ദെൻ നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാമിൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ദർ ഇസ് ഒരു ആരോ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അനദർ വൺ തിങ്, ഒരു ഡബിൾ ലൈൻ പറഞ്ഞിട്ടുണ്ട്. ദ ഡബിൾ ലൈൻ മീൻസ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ. എന്താ പറഞ്ഞത്? ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് മെനി ടു, ആരോ ഏത് സൈഡിലോട്ട് പോയോ അതാണ് കേട്ടോ. മെനി ടു വൺ റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നും പറയുന്നുണ്ട്. ക്ലിയർ? ഈ ആരോ വന്നതും ഇത് നിങ്ങൾക്ക് അടുത്ത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് മെയിൻലി നിങ്ങൾ പഠിക്കും നെക്സ്റ്റ് വരുന്ന സ്ലൈഡുകളിൽ. ഓക്കെ, അപ്പോൾ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ വി ഓൾവേസ് റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ഡബിൾ ലൈൻ. ഓക്കെ, അതാണ് ഈ ഒരു ഡബിൾ ലൈൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. ക്ലിയർ അല്ലേ? ദെൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പോൾ ആട്രിബ്യൂട്ട്സിൻ്റെ കളക്ഷനും നമ്മൾ നന്നായിട്ട് നോക്കി. നമ്മൾ എൻറ്റിറ്റി സെറ്റും അതിൻ്റെ റെപ്രസെൻറ്റേഷനും അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നും ഒക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ പോകാൻ പോകുന്ന നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നതാണ് റിലേഷൻഷിപ്പ്. ക്യാൻ വി ഗോ? എനി ഡൗട്ട്? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് റിലേഷൻഷിപ്പ് എന്ന്. ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അസോസിയേഷനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ കുറേ പറയുന്നുണ്ട്. ഡെപ്പോസിറ്റർ, അയാളും കസ്റ്റമർ എൻറ്റിറ്റിയും അക്കൗണ്ട് എൻറ്റിറ്റിയും തമ്മിൽ എങ്ങനെയാണ് അക്കൗണ്ട്, അതായത് അയാൾക്കൊരു അക്കൗണ്ട് ഉണ്ട്, അയാൾ അതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇന്നൊരു പർട്ടിക്കുലർ അക്കൗണ്ടിലോട്ടായിരിക്കും അയാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലേ. ഇന്ന ഡേറ്റിൽ ഇത്ര എമൗണ്ട് അതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവും. സോ സെയിം തിങ് അതുപോലെ തന്നെ വിഡ്രോ ചെയ്യുന്നതാവാം അല്ലേ. സോ ഇതാണ് അവിടുത്തെ ഒരു റിലേഷൻ എന്ന് പറഞ്ഞത്. ഇനി എന്തായിരിക്കും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? സെറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് എമംഗ് മോർ ദാൻ 2 2 കൂടുതലോ ആയിട്ടുള്ള എൻറ്റിറ്റി സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഒരു മാത്തമാറ്റിക്കൽ അനോട്ടേഷൻ കൊടുത്ത് റെപ്രസെൻറ്റ് ചെയ്താൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ? അതായത് ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, E1 E2
അപ് ടു EN ഇസ് എ റിലേഷൻഷിപ്പ്. ഇവർ ഓരോന്നും എങ്ങനെയാണ് അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് ആ ഒരു അടുത്ത ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ദർ ഇസ് എ കസ്റ്റമർ, അവരെന്ത് ചെയ്യുന്നു, ലോൺ എടുക്കുന്നു, ബോറോ ചെയ്യുന്നു അല്ലേ. ആ ഒരു ബോറോ ചെയ്യുന്ന സമയത്ത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഈ ഓരോരുത്തരും ആ ഒരു ബോറോ ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു ലോൺ എടുത്തു, അതിന് കറസ്പോണ്ടിങ് ഒരു ലോൺ അക്കൗണ്ട് ഉണ്ടാകും, റൈറ്റ്. ആ ഒരു ലോൺ എടുത്തതിന് ഇപ്പം ഒരു കസ്റ്റമറിന് ഒരു ലോണാണോ ഉണ്ടാവുക? അല്ല, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ലോൺ ഒരു ബാങ്കിൽ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. സോ മൾട്ടിപ്പിൾ ബാങ്ക്, ചിലപ്പോൾ വേറെ ബാങ്കിലുണ്ടാവും. സോ ഫോർ എക്സാമ്പിൾ ഒരു ബാങ്ക് കൺസിഡർ ചെയ്യുക. സോ ഒരു കസ്റ്റമറിന് ഒന്നിൽ കൂടുതലോ ലോൺസ് ഉണ്ടാവാം ബേസ്ഡ് ഓൺ അവരുടെ ബാലൻസും ക്രെഡിറ്റ് ബാലൻസ് അതൊക്കെ വെച്ചിട്ട്. ദാറ്റ്സ് നോട്ട് മാറ്റർ ഹിയർ. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് അസോസിയേഷൻ എങ്ങനെ വന്നു എന്നാണ്. ഓക്കെ, സോ അപ്പോൾ ആ ഒരു ലോൺ എടുത്തതിന് ഇപ്പോൾ മൾട്ടിപ്പിൾ ലോൺ ഉണ്ടാവാം. ആ ഒരു ലോൺ എടുത്തതിൽ എന്തൊക്കെയാണ്, ഏത് ഡേറ്റ്, മേ ബി ദ ഡേറ്റ് മേ ബി ദ ഇമ്പോർട്ടൻറ്റ് തിങ്. ഒരു ലോണിൽ തന്നെ ഒന്നിൽ കൂടുതൽ കസ്റ്റമർ ചേർന്നിട്ടായിരിക്കാം മേ ബി ഒരു ലോൺ എടുത്തിട്ടുണ്ടാവുക അല്ലേ. അതായത് നമുക്കതിന് എന്തെന്ന് പറയാം, ഒരു ലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനടയ്ക്കാനുള്ള നോമിനീസ് ഉണ്ടാവുക. ഓക്കെ, അവരും അതിലൊരു പാർട്ടിസിപ്പേറ്റഡ് ആണ്. ക്ലിയർ? സോ ഇതാണ് നമ്മളവിടെ പറയുന്ന റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഡയഗ്രാമാണ് ഒരു പിക്ടോറിക്കൽ. നമ്മൾ സാധാരണ നമ്മൾ ഡിസ്ക്രീറ്റ് മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. നിങ്ങൾ റിലേഷൻഷിപ്പിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നതും അതിൻ്റെ അനോട്ടേഷൻസും ഒക്കെ നിങ്ങൾ ഈ ഒരു ഓവൽ ഷേപ്പിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ. സോ ഇവിടെ നമ്മൾ പറയുന്ന അടുത്തൊരു കാര്യം, ഒരു റിലേഷൻഷിപ്പ് സെറ്റിന് എന്തുണ്ടാവാം, ആട്രിബ്യൂട്ട്സ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ പറയുന്നതാണ് ആക്സസ് ഡേറ്റ്, അതായത് എന്നാണ് ആ ഒരു ലോൺ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ എന്നാണ് ആ ഒരു ലോണിന് കറസ്പോണ്ടിങ് ആ ഒരു റിലേഷൻഷിപ്പ്, അതായത് ബോറോയിങ് എന്ന് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതായത് റിലേഷൻഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് നമുക്കുണ്ടാകാം. അതായത് റിലേഷൻഷിപ്പിനും എന്തുണ്ടാകാം എന്നാണ് പറയുന്നത്, ആട്രിബ്യൂട്ട്സ് ഉണ്ടാകാം. സോ അതാണ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞത്. ആൻ ആട്രിബ്യൂട്ട് ക്യാൻ ആൾസോ ബി പ്രോപ്പർട്ടി ഓഫ് എ റിലേഷൻഷിപ്പ് സെറ്റ്. ക്ലിയർ? Example, for instance, the depositor relationship set between entities customer and account may have attribute access date. അതായത് നമ്മുടെ കസ്റ്റമർ എൻറ്റിറ്റിക്കും അതുപോലെ അക്കൗണ്ട് എൻറ്റിറ്റിക്കും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതാണ് ഡെപ്പോസിറ്റ്. ക്ലിയർ? അവിടെ നമുക്ക് വന്ന ആരാണ് ആട്രിബ്യൂട്ട് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ റിലേഷൻ. ഇവിടുത്തെ റിലേഷൻഷിപ്പിൻ്റെ പേരെന്താണ്, ഡെപ്പോസിറ്റിംഗ്. ഓക്കെ, അയാൾ എന്ത് ചെയ്യുന്നു, ലോണിന് കറസ്പോണ്ടിങ് അയാൾക്കൊരു അക്കൗണ്ട് ഉണ്ട്. ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ അയാൾക്ക് എന്തുണ്ട്, കസ്റ്റമറിന് അക്കൗണ്ട് ഉണ്ട്. സോ കസ്റ്റമർ ഈസ് ആൻ എൻറ്റിറ്റി, അക്കൗണ്ട് ഈസ് ആൻ അനദർ എൻറ്റിറ്റി. സോ അവിടുത്തെ റിലേഷൻഷിപ്പ് എന്താണ്, ഡെപ്പോസിറ്റ് ചെയ്യുന്നു, കാശ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് എടുക്കുക. എന്നാണ് നിങ്ങൾ ആ കാശ് ഡെപ്പോസിറ്റ് ചെയ്തത്, എന്നാണ് നിങ്ങൾ ആ പ്രോസസ്സ് ചെയ്തത്. സോ ദാറ്റ് ഈസ് ഡിസ്ക്രൈബിങ് ദാറ്റ് പർട്ടിക്കുലർ റിലേഷൻഷിപ്പ്. ദാറ്റ് ആൾസോ ബൈ ഇൻ എ ഡയഗ്രാമാറ്റിക് വ്യൂ. ഇപ്പം നിങ്ങളൊരു എൻറ്റിറ്റി ഉണ്ട്, ഇതൊരു എൻറ്റിറ്റി, ദിസ് എ കസ്റ്റമർ എൻറ്റിറ്റി, ഇതെന്ന് പറയുന്ന ഒരു അക്കൗണ്ട് എൻറ്റിറ്റി എന്ന് വിചാരിക്കാം. ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരുന്നു, ഡെപ്പോസിറ്റ്. ഓക്കെ, ഇവർ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവർക്കൊരു ആട്രിബ്യൂട്ട് ഉണ്ടായി. ആ ആട്രിബ്യൂട്ട്സിനെ നമ്മൾ ഓവൽ ഷേപ്പിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ക്ലിയർ? അടുത്ത എന്തായിരുന്നു, ഡേറ്റ് ആയിരുന്നു. ക്ലിയർ? ഓക്കെ, ദ നെക്സ്റ്റ് തിങ്. ഓക്കെ, ഇതാണ് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിന്നെ വന്ന് നോക്കുമെന്ന് പറഞ്ഞില്ലേ. ഓക്കെ, അല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് കുറച്ച് ടെർമിനോളജീസ് ആയിരുന്നു. ടെർമിനോളജീസും ആ ടെർമിനോളജീസൊക്കെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി നമുക്ക് പറയാനുള്ളത് അതിനുള്ളിൽ ആ റിലേഷൻസിനെ എന്തൊക്കെ രീതിയിലാണ് ചെയ്യുന്നത്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് വി ക്യാൻ റെപ്രസെൻറ്റ് ദ റിലേഷൻ. സോ ദാറ്റ്സ് എ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് സെറ്റ്. അതായത് ഇവിടെ ടേം നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പോകണം, ബിക്കോസ് നമ്മൾ കൺഫ്യൂസ് ആകും വേറൊരു ടോപ്പിക്കുമായിട്ട്. അതുകൊണ്ടാണ്, അതായത് ഒരു റിലേഷനിൽ എത്ര നമ്പർ ഓഫ് എൻറ്റിറ്റി സെറ്റാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എന്താ പറയുന്നത്, നമ്പർ ഓഫ് എൻറ്റിറ്റി സെറ്റ്.
എൻറ്റിറ്റി എന്ന് വിചാരിക്കരുത്, എൻറ്റിറ്റി എന്ന് വിചാരിക്കരുത്, എൻറ്റിറ്റി സെറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എൻറ്റിറ്റി എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ വേറൊരു ടോപ്പിക്കാണ്, നിങ്ങൾക്ക് കൺഫ്യൂസ് ഇതും അതും ഒന്നല്ലെന്ന് തോന്നരുത്. അതായത് ഡിഗ്രി പറയുന്നത് എന്താണ്, ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് സെറ്റ് എന്താ പറയുന്നത്, അതായത് ഒരു റിലേഷൻഷിപ്പ് സെറ്റിനകത്ത് ഒരു റിലേഷനിനകത്ത് എത്ര നമ്പർ ഓഫ് എൻറ്റിറ്റിയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നതാണ് ഈ ഒരു ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് പറയുന്നത്. ക്ലിയർ? ദെൻ ഈ ഒരു റിലേഷൻഷിപ്പ് സെറ്റിനകത്ത് നമുക്കിതിനെ മെയിനായിട്ട് നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് യൂണറി, ദെൻ ബൈനറി, ദെൻ ടേണറി, ദെൻ എന്നറി. ഓക്കെ, ജസ്റ്റ് എന്നറി എന്ന് വെച്ചാൽ ആദ്യം തന്നെ പറയാം. എന്നറി എന്ന് വെച്ചാൽ n നമ്പേഴ്സ് ഓഫ് എൻറ്റിറ്റി ദാറ്റ് വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് സെറ്റ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ്, എന്നറി. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ യൂണറി. സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്പനി, ദ കമ്പനി വിൽ ഹാവ് സം എംപ്ലോയീസ്, റൈറ്റ്? സോ ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ആരാണ്, എംപ്ലോയീസ് എന്ന് പറയുന്ന എൻറ്റിറ്റീനെയാണ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ എംപ്ലോയീസ് എന്ത് ചെയ്യാണ്, അവിടെ വർക്ക് ചെയ്യണം അല്ലേ? എംപ്ലോയീസിൻ്റെ റിലേഷൻ എന്താണ്, വർക്ക് ചെയ്യുന്നു. ആ എംപ്ലോയീസിനകത്ത് ആരുണ്ടാകും, മാനേജർ ഉണ്ടാകും അല്ലേ? സോ എൻ്റെ റിലേഷൻ മാനേജർ എന്ന് പറയുന്നത് ആരാടാ, ഒരു എൻറ്റിറ്റിയാണ്. സോ ഇവിടുന്ന് പറയാം ദ മാനേജർ. സോ അപ്പോൾ ഇവിടെ പറഞ്ഞത് എംപ്ലോയീസ് ആൻഡ് എൻറ്റിറ്റി, ഈ എൻറ്റിറ്റി മാനേജേഴ്സ്, ആൻഡ് എംപ്ലോയി ഈസ് മാനേജേഴ്സ്. സോ ദാറ്റ് ഈസ് he is known as manager. Right? So this is a unary. An entity, ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു എൻറ്റിറ്റി മാത്രം തന്നെയാണ് സെൽഫായിട്ട് റിലേഷൻഷിപ്പിൽ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് യൂണറി റിലേഷൻഷിപ്പ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഡിഗ്രി പറഞ്ഞത് എന്താ, നമ്പർ ഓഫ്. അപ്പോൾ ഇവിടെ എത്ര നമ്പർ ഓഫ് എൻറ്റിറ്റി ആ റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ്, എൻറ്റിറ്റി സെറ്റ് എത്ര നമ്പർ ഓഫ് എൻറ്റിറ്റി സെറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, 1. ദാറ്റ് വേ ഇറ്റ് കോൾഡ് ആസ് യൂണറി. ദെൻ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ബൈനറി. ദാറ്റ് മീൻസ് ഡിഗ്രി എന്താണ്, 2 ആണ് എന്ന് പറഞ്ഞാൽ 2 സെറ്റ് ഓഫ് എൻറ്റിറ്റിയാണ് ആ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നതെടാ, ബൈനറി എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? 2 എൻറ്റിറ്റി സെറ്റ്. എക്സാമ്പിൾ നേരത്തെ നമ്മൾ ഒത്തിരി എക്സാമ്പിൾ പറഞ്ഞു, അതെല്ലാം അതായത് ഫോർ എക്സാമ്പിൾ ഒരു കസ്റ്റമറും ഒരു ലോണും, ദർ ഇസ് എ ബൈനറി. ഇപ്പോൾ ഒരു ലോണും അതുപോലെ തന്നെ ഒരു പേയ്മെൻറ്റും, ദർ ഇസ് ആൾസോ ബൈനറി. അതായത് അവിടെ തമ്മിലുള്ള എന്തായിരുന്നു, അവിടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ദർ ആർ 2 എൻറ്റിറ്റി സെറ്റ്സ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് സെറ്റ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ബൈനറി. ക്ലിയർ? എനി ഡൗട്ട്? Okay, then we can go to the next one. What is the next one? Unary, binary, ternary. Ternary. The name itself has the definition. Okay, what's that? 3. Okay, in a relationship the 3 entity set will hold. ഓക്കെ, ആ ഒരു എൻറ്റിറ്റി ആ ഒരു റിലേഷൻഷിപ്പിൽ 3 എൻറ്റിറ്റി സെറ്റുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു, ടേണറി എന്ന് വിളിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയാം നമുക്ക്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു വർക്ക് സ്റ്റേഷൻ എടുത്ത് ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ്, അതൊരു കമ്പനി കൺസിഡർ ചെയ്തു. കമ്പനി വിൽ ഹാവ് ദ കസ്റ്റമർ ഉണ്ടാവും. കമ്പനി വിൽ ഹാവ് സം എംപ്ലോയീസ്, റൈറ്റ്? എംപ്ലോയീസ് എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ വർക്ക്സ് എന്ന് പറയുന്നതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അവർ വർക്ക് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും അല്ലേ, ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിലായിരിക്കും, അവരൊരു പ്രോജക്റ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലേ. സോ ദ എംപ്ലോയി ഈസ് വർക്കിംഗ് അണ്ടർ എ ഡിപ്പാർട്ട്മെൻറ്റ് for a particular project, right? So there is 3 entities ആണ് ആ ഒരു റിലേഷനിൽ ഹോൾഡ് ചെയ്ത് വർക്കിംഗ് എന്ന് പറയുന്ന വർക്ക് ഫോർ എന്ന് പറയുന്നതിനകത്ത് ഹോൾഡ് ചെയ്തത് ആരൊക്കെയാണ്, എന്തൊക്കെ ഉണ്ടായിരുന്നു, എംപ്ലോയീസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലായിരുന്നു, ദെൻ അതൊരു പ്രോജക്റ്റിനുള്ളിൽ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. സോ ദാറ്റ് ഇസ് എ ടേണറി. ക്ലിയർ? അപ്പോൾ എന്താണ് യൂണറി എന്നും ബൈനറി എന്നും ടേണറി എന്നും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് റോൾസ് എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ ഒരു എക്സാമ്പിൾ വൈസിൽ ഞാൻ പറഞ്ഞായിരുന്നു ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഒരു ഒരു എംപ്ലോയി എടുക്കുക. നിങ്ങളൊരു എംപ്ലോയിനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ എംപ്ലോയിയുടെ
എംപ്ലോയി വർക്ക് ചെയ്യാണ്. ഓക്കെ, അയാൾ എന്തായിട്ട് അവിടെ വർക്ക് ചെയ്യണം? ആ ഒരു എംപ്ലോയി, an employee is managing the employees. So what's the role of that particular thing? That's a role. അതായത് അയാൾ എന്തായിട്ടാണ് അവിടെ? So manager. ക്ലിയർ? വേറെ എംപ്ലോയീസ് ഉണ്ടാകും, അവരാരാണ്? വർക്കേഴ്സ്, റൈറ്റ്? സോ ഇപ്പോൾ നമുക്ക് ഒരു റിലേഷൻഷിപ്പിന് നമുക്കൊരു ലേബൽ കൊടുക്കാൻ സാധിച്ചാൽ എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റോൾസ്. എൻറ്റിറ്റി സെറ്റ് ഓഫ് റിലേഷൻ നീഡ് നോട്ട് ബി ഡിസ്റ്റിങ്. ദ ലേബൽസ് മാനേജർ, വർക്കേഴ്സ് ആർ കോൾഡ് വാട്ട്? റോൾ. they specify how employee entities interact via വർക്ക് ഫോർ റിലേഷൻഷിപ്പ്. അതായത് ഒരു എൻറ്റിറ്റി സെറ്റ് ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്, എന്ത് ഫങ്ഷണാലിറ്റിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് നമ്മളതിനെ ലേബൽ ചെയ്താൽ അതിന് പറയുന്ന പേരാണ് റോൾ. ക്ലിയർ? ഓക്കെ. ദെൻ ഈ ഒരു ലേബൽ നമ്മൾ ഓൾവേസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഒരു ആരോയുടെ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ കാണിച്ചതുപോലെ ഇവിടെ നോക്കാം, ഒരു എംപ്ലോയിയുണ്ട്, വർക്ക് ഫോറും ഉണ്ട്. അവർ തമ്മിലുള്ള ആ ഒരു റോൾ അതിനെ നമ്മൾ ആരോ ഇട്ട് റെപ്രസെൻറ്റ് ചെയ്തു, അതിൻ്റെ മുകളിൽ അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. സോ ദിസ് ഈസ് ദ വേ വി ക്യാൻ റെപ്രസെൻറ്റ് എ റോൾ. ക്ലിയർ? എനി ഡൗട്ട്? ദെൻ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്. അവിടെ നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പഠിച്ചത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, കൺഫ്യൂസ് ചെയ്യിപ്പിക്കരുതെന്ന് പറഞ്ഞായിരുന്നു. എൻറ്റിറ്റി സെറ്റിനെ പറ്റിയിട്ടായിരുന്നു അല്ലേ പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുന്നത് എൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ കാർഡിനാലിറ്റി. നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാപ്പിംഗ് കാർഡിനാലിറ്റി. ഓക്കെ, എന്താണ് മാപ്പിംഗ് കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ? ദ നമ്പർ ഓഫ് എൻറ്റിറ്റി ടു വിച്ച് അനദർ എൻറ്റിറ്റി ക്യാൻ ബി അസോസിയേറ്റ് വയ റിലേഷൻഷിപ്പ് സെറ്റ്. അതായത് എത്ര നമ്പർ ഓഫ് എൻറ്റിറ്റികളാണ് ഒരു എൻറ്റിറ്റി സെറ്റിനകത്ത്? കുറേ എൻറ്റിറ്റീസ് ഉണ്ടാകും. ഞാൻ ഇവിടെ ഒരു ഡയഗ്രാം വരയ്ക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കത്തും. ഓക്കെ, ഇതൊരു എൻറ്റിറ്റി. ഞാനതിനെ ജസ്റ്റ് നമ്മൾ സെറ്റ് എന്ന രീതിയിൽ വിചാരിക്കാം. ഓക്കെ, E1, E2, E3, E4. ദീസ് ആർ ദ എൻറ്റിറ്റീസ് ഇൻ ദിസ് പർട്ടിക്കുലർ എൻറ്റിറ്റി. ദിസ് ആർ അനദർ. ക്ലിയർ? അപ്പോൾ ഓരോ എൻറ്റിറ്റി സെറ്റിനകത്തും കുറേ എൻറ്റിറ്റികളുണ്ട്. അപ്പോൾ അതിനകത്തുള്ള എൻറ്റിറ്റി എത്ര നമ്പർ ഓഫ് എൻറ്റിറ്റീസാണ് ആ ഒരു റിലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് നോൺ ആസ് എത്ര നമ്പർ ഓഫ് എൻറ്റിറ്റിയാണ് അവർ തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നത്, അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാപ്പിംഗ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്കിവിടെ മെയിനായിട്ട് നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 1 to 1, 1 to many, many to 1, many to many. ക്ലിയർ? അപ്പോൾ നമുക്ക് എത്ര ക്ലാസിഫിക്കേഷൻ ആണുള്ളത്? 1 to 1, 1 to many, many to 1, then many to many. ഇത്രയും ക്ലാസിഫിക്കേഷനാണ് നമുക്കുള്ളത്. ദെൻ നമുക്കിനി ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. പക്ഷേ ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആ ഒരു വീക്ക് എൻറ്റിറ്റി പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു അവിടുത്തെ റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. സോ അത് ഇവിടെ നിന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഈ ഒരു ഡയഗ്രാമിൽ തന്നെ ആദ്യത്തെ ഡയഗ്രാം നിങ്ങളൊന്ന് നോക്കിക്കേ. എ എന്ന് പറയുന്നൊരു എൻറ്റിറ്റി സെറ്റുണ്ട്, ബി എന്ന് പറയുന്നൊരു എൻറ്റിറ്റി സെറ്റാണ്. നിങ്ങൾ ഈ ഒരു ഡയഗ്രാമിൻ്റെ റെപ്രസെൻറ്റേഷൻ കണ്ടിട്ട് അയ്യോ അത് മറ്റേ ഓവൽ ഷേപ്പ് അല്ലെ, അത് ആർട്ടിബിഡ് അങ്ങനെ ചിന്തിക്കരുത്. ഇതൊരു സെറ്റ് ഡയഗ്രാം. അതായത് നമ്മൾ സാധാരണ റിലേഷണൽ മോഡലൊക്കെ റെപ്രസെൻറ്റ് ചെയ്യില്ലേ നമ്മുടെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിനകത്ത്. സോ ആ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വേറൊന്നും വിചാരിക്കരുതേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്കകത്തുണ്ടായിരിക്കുന്ന ഓരോ എലമെൻറ്റ്സാണ് A1, A2, A3, A4 എന്ന് പറയുന്നത്. അതുപോലെ ബിക്കകത്തുണ്ടായിരിക്കുന്ന ഓരോ എലമെൻ്റാണ് B1, B2, B3, B4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് 1 to 1 ഇതിനകത്തുള്ള ഓരോ എലമെൻറ്റും ഓരോ ഒബ്ജക്റ്റും അടുത്തൊരു സെറ്റിനകത്തുള്ള ഓരോ എലമെൻറ്റിനകത്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് 1 to 1 എന്ന് പറയുക. പേരിൽ തന്നെയുണ്ട്, ഒന്നിൽ നിന്ന് ഒന്നിലോട്ട്. ക്ലിയർ? ഇനി രണ്ടാമത്തത് 1 to many. അതായത് ഇവിടെയുള്ള 1 എൻറ്റിറ്റി അടുത്ത എൻറ്റിറ്റി സെറ്റിനകത്തുള്ള മൾട്ടിപ്പിൾ എൻറ്റിറ്റിയുമായിട്ട് കണക്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എന്തെന്ന് പറയാം? നമുക്ക് 1 to many എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ദെൻ ഇനി നമുക്ക് വേണ്ടതാണ്, അതാണ് ഇവിടെ 1 to many. ഈ ഒരു ഫിഗർ നോക്കാം. ഇനി നമുക്ക് ഫിഗറിനകത്ത് കുറച്ച് റെപ്രസെൻറ്റേഷനും കൂടെ അറിയണം. അതായത് ഈ ഒരു കസ്റ്റമറിന് ഇപ്പോൾ ഒരു ലോൺ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ ലോണിനും ഓരോരോ യുണീക്ക് ഇൻഫർമേഷൻസ് ഉണ്ടാകും. ബട്ട് ഒരു കസ്റ്റമറിന് ഒന്നിൽ കൂടുതൽ എന്തുണ്ടാവാം? അതായത് ഞാനിവിടെ വരച്ചത് കസ്റ്റമർ.
ദിസ് ഈസ് മൈ, അതായത് ഇതെൻ്റെ കസ്റ്റമറാണ്, ഇതിൻ്റെ ലോൺ ഇൻഫർമേഷനാണ്. ഇതിനകത്തുള്ള ഓരോ കസ്റ്റമേഴ്സും, ഓക്കെ, എല്ലാ കസ്റ്റമേഴ്സിനും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഈ ഒരു കസ്റ്റമറിന് 2 ലോൺ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ഉണ്ട്. ദെൻ ഈ ഒരു കസ്റ്റമറിന് ഈ ഒരു ലോണുമായിട്ട് ലിങ്ക് ഉണ്ട്, ഈ ഒരു ലോണുമായിട്ട്. ദിസ് ഈസ് നോൺ ആസ് വൺ ടു മെനി, റൈറ്റ്? സോ ഇവിടെ ഒരു ആരോ റെപ്രസെൻറ്റേഷനും കൂടെ നിങ്ങൾക്ക് അറിയണം. സോ ഒരു ആരോ വരയ്ക്കുമ്പോൾ വെരി ഇമ്പോർട്ടൻ്റ്, ഓക്കെ, ആരോ വരയ്ക്കുന്നത് ഓക്കെ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതിവിടെ നിന്നാണ്, അതായത് 1 to many, 1 to many, ക്ലിയർ? അപ്പോൾ ആരാണ് അവിടെ യുണീക്കായിട്ട് നിൽക്കുന്നത്? ദ കസ്റ്റമർ, റൈറ്റ്? ദ കസ്റ്റമറിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ ആരുടെ ലോണാണ്, അല്ല ലോണിൻ്റെ നമ്പർ വെച്ചുകൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സോ ആരോ ഡയറക്ഷൻ 1 പോയിൻ്റ് ചെയ്യുക. ക്ലിയർ? ക്ലിയർ? ഡൗട്ട് വരരുത്. ഇതെപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട്, നിങ്ങൾ എപ്പോഴും ചോദിക്കും അയ്യോ അതെന്തോ അങ്ങോട്ട് എന്ന് ചോദിക്കും. ആരിലോട്ടാണ് വന്നത്, ആരാണ് അവിടെ നിൽക്കുന്നത്, ഒന്നായിട്ട് നിലനിൽക്കുന്നത്, അവരിലോട്ട് പോകണം എന്നത് എപ്പോഴും തലയിൽ വയ്ക്കുക. അതാണ് 1 to many. ഇതേപോലെ തന്നെ തിരിച്ച് ഇപ്പോൾ നമ്മൾ many to 1 ആണെന്ന് വിചാരിക്കാം, many to 1 ആണെന്ന് വിചാരിക്കാം. അതിൻ്റെ ഡയഗ്രാം ഈസ് ആൾസോ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, സോ ഇതെൻ്റെ ഒരു എൻറ്റിറ്റി, ഇതെൻ്റെ ഒരു എൻറ്റിറ്റി എന്ന് വിചാരിക്കാം. സോ ഇനി ഞാൻ നോക്കാൻ പോകുന്നത് many to 1 റിലേഷൻഷിപ്പാണ്. സോ എൻ്റെ ആരോ വിൽ ബി ഗോയിങ് ടു ഹിയർ. ക്ലിയർ? അതായത് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുള്ള ഓരോരുത്തർക്കും, ഇവിടെയാണ് മെനിയിൽ നിന്ന് 1 ഇവിടെയുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള എൻറ്റിറ്റികൾക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഓക്കെ ഉണ്ട് എന്നാണ്, ഒരു കോമൺ എൻറ്റിറ്റിയുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പറയാണ്, പിന്നെ അവിടുത്തെ എംപ്ലോയീസും പറയാണ്. ഓക്കെ, ഒരു എംപ്ലോയി 1 കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. അപ്പോൾ തലതിരിച്ച് വന്ന് ചിന്തിക്കുക, ഒരു എംപ്ലോയി 1 കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ്, ദാറ്റ്സ് മീൻസ് 1 to many. തിരിച്ച് ചിന്തിക്കാം, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് 1 കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒരു എംപ്ലോയിയായിട്ട് എന്ന് ചിന്തിക്കുക, അതായത് many to 1 റിലേഷൻഷിപ്പ്. ക്ലിയർ? അപ്പോൾ എവിടെയാണോ 1, ദാറ്റ്സ് 1 പോകുന്നത് അവർക്കായിരിക്കും ആരോ കൊടുക്കേണ്ടത്. അത് ഈ ഒരു ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇതിൽ മാപ്പിംഗ് കാർഡിനാലിറ്റിക്കകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ദിസ് 1, അതായത് ആരോ 1. ഓക്കെ, മറന്നു പോകരുത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 1 എന്ന് പറയുന്നത് എവിടെയാണോ സ്പെസിഫൈ ചെയ്യുന്നത് അവിടെയായിരിക്കും നമ്മൾ ആരോ പറയേണ്ടത്. ദെൻ വെറുതെ ഒരു ലൈൻ, ദാറ്റ്സ് മീൻസ് മെനീനെ ആയിരിക്കണം അവിടെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ഡയഗ്രാമും അതാണ് പറയുന്നത്. സോ ഇനി 1 to 1 ആയാൽ 1 to 1 നമ്മൾ ആരോ കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഡയഗ്രാമും കൂടെ 3 ഡയഗ്രാം വരച്ച് പറഞ്ഞു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് 1, ഇത് 2 എൻറ്റിറ്റി. സോ ഇവർ തമ്മിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 1 to 1 ആണെന്ന് വിചാരിക്കുക. ദെൻ 2 ആരോ കൊടുക്കും. ക്ലിയർ? ദെൻ ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം 1 to many ആണെന്ന് വിചാരിക്കുക. 1 to many ആർക്കായിരിക്കും ആരോ പോവുക? ക്ലിയർ? ദെൻ ഇവിടെ many to 1 ആണെന്ന് വിചാരിക്കുക, ആർക്കായിരിക്കും ആരോ പോവുക? ഹിയർ. ക്ലിയർ? ഇനി many to many ആണെന്ന് വിചാരിക്കുക, there is no arrow. Clear? Because both are many. എന്തായിരിക്കും മെനി? മൾട്ടിപ്പിളുമായിട്ടായിരിക്കും അസോസിയേറ്റ് നടക്കുക. സോ ദാറ്റ് ഈസ് നോൺ ആസ് മെനി ടു മെനി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൺഫ്യൂസ് ചെയ്യാക്കേണ്ടത്, അല്ലാതെ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് മാപ്പിംഗ് കാർഡിനാലിറ്റി പറയുന്നത് ഒരു എൻറ്റിറ്റി സെറ്റിനകത്ത് ഉള്ളിലുള്ള എൻറ്റിറ്റികൾ, അതായത് എൻറ്റിറ്റികൾ തമ്മിലുള്ള എന്താ പറയുന്ന അസോസിയേഷനെ പറയുന്നതാണ്. ബട്ട് നമ്മുടെ ഡിഗ്രി പറഞ്ഞത് എന്തായിരുന്നു? നമ്മളെ ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടോപ്പിക്ക് പറഞ്ഞില്ലായിരുന്നോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മുടെ ഡിഗ്രി പറഞ്ഞത് എന്തായിരുന്നു? എങ്ങനെയാണ് നമ്മുടെ എൻറ്റിറ്റികൾ, അതായത് എൻറ്റിറ്റി സെറ്റുകൾ അസോസിയേഷൻ ചെയ്യുന്നത്. എൻറ്റിറ്റി സെറ്റുകൾ രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ആർ പാർട്ടിസിപ്പേറ്റ് ഇൻ അസോസിയേഷൻ, ദാറ്റ് ഈസ് എ ഡിഗ്രി. ഇനി കൺസ്ട്രെയിൻസ് പറഞ്ഞത് എന്തായിരുന്നു?
എൻറ്റിറ്റി സെറ്റിനകത്തുള്ള എൻറ്റിറ്റികൾ തമ്മിലുള്ള, അതായത് ഒരു എൻറ്റിറ്റി സെറ്റിനകത്തുള്ള എൻറ്റിറ്റി മറ്റൊരു എൻറ്റിറ്റി സെറ്റിനകത്തുള്ള എൻറ്റിറ്റിയും തമ്മിൽ എങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നു, ഹൗ ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ്, സോ ഹൗ ദേ ആർ അസോസിയേറ്റിംഗ്, ദാറ്റ് ഈസ് നോൺ ആസ് എന്തായിരുന്നു, മാപ്പിംഗ് കാർഡിനാലിറ്റി. ക്ലിയർ? എനി ഡൗട്ട്? ദെൻ ഈ ഒരു മാപ്പിംഗ് കാർഡിനാലിറ്റിയുടെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻ്റ്, ഒരു ടേബിൾ, അതായത് നമ്മുടെ കസ്റ്റമറിൻ്റെ ടേബിളും ദെൻ ഒരു അക്കൗണ്ട് ടേബിളും അവർ തമ്മിൽ എങ്ങനെയാണ്, അതായത് ജോൺസൺ മൾട്ടിപ്പിൾ ആ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ കണ്ടില്ലായിരിക്കും, 1 to many ഉണ്ട്, ആ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ദെൻ നെക്സ്റ്റ് ഈസ് ദ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആൾസോ, പാർട്ടിസിപ്പേഷൻ. സോ മെയിൻലി ഈ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഒരു എൻറ്റിറ്റി സെറ്റിനകത്ത് കുറേ എൻറ്റിറ്റി ഉണ്ടെന്ന് അറിയാം നമുക്ക്. ഒരു കളക്ഷൻ ഓഫ് എൻറ്റിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുക. അപ്പോൾ അതിനകത്ത് അതായത് എല്ലാവരും ആ ഒരു റിലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ എന്നതാണ് പാർട്ടിസിപ്പേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ദ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ, രണ്ടെന്ന് പറയുന്നത് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. സോ every entity in an entity set participate in at least one relationship in a relationship set. ആ ഒരു റിലേഷൻഷിപ്പ് സെറ്റിലെ ഒരു റിലേഷൻഷിപ്പിലെങ്കിലും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം, എന്നാൽ നമ്മളതിനെ ടോട്ടൽ എന്ന് പറയാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഡെഫിനേഷൻ ഒന്ന് കേൾക്കുക. അതായത് ഒരു എൻറ്റിറ്റി സെറ്റിനകത്തുള്ള എല്ലാ എൻറ്റിറ്റിയും ആ ഒരു പാർട്ടിസിപ്പേഷനിൽ പങ്കെടുത്തിരിക്കണം. അതായത് ആ ഒരു റിലേഷൻഷിപ്പിലെങ്കിലും ആ ഒരു കുറേ റിലേഷൻഷിപ്പ് ഉണ്ടാവുമല്ലോ, അത് റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. ആ ഒരു റിലേഷൻഷിപ്പ് സെറ്റിൽ ഒന്നിലെങ്കിലും ടോട്ടലി പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ നമ്മളതിനെ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുള്ളൂ. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നു, പാർഷ്യൽ എന്ന് പറയുന്നു. ക്ലിയർ? നമ്മളെപ്പോഴും ടോട്ടൽ പാർട്ടിസിപ്പേഷനെയാണ് ഡബിൾ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ടോട്ടൽ പാർട്ടിസിപ്പേഷനെയാണ് നമ്മൾ എന്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഡബിൾ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി പാർഷ്യൽ ആണെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ, സിംഗിൾ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യും. ക്ലിയർ? ഇനി നമ്മളിവിടെ നിന്ന് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ ലോൺ എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. അതായത് കസ്റ്റമർ ബോറോയിങ് ലോൺ, ഇതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ലോൺ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ലോൺ എന്ന് പറയുന്നു, ആ ലോണിനകത്തുള്ള ഇപ്പോൾ കുറേ ലോൺ അക്കൗണ്ടുകളുണ്ടാവും. എല്ലാ ലോൺ അക്കൗണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കസ്റ്റമർ ഉണ്ടാവില്ലേ? ഏതെങ്കിലും ലോണിന് കറസ്പോണ്ടിങ് കസ്റ്റമർ ഉണ്ടാവാതിരിക്കുമോ? ഇല്ലല്ലോ. സോ അപ്പോൾ അതിനകത്തുള്ള എല്ലാ ലോണും, അതായത് എവരി ലോൺ, അതായത് ലോൺ നമ്പർ 1, ലോൺ നമ്പർ, ഇപ്പം നമ്മളതിനെ അക്കൗണ്ട് എന്ന് പറയുന്നു. ഓക്കെ, എല്ലാ ലോണും ഒരു പർട്ടിക്കുലർ കസ്റ്റമറുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. അതായത് ദ ലോൺ കംപ്ലീറ്റ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് പർട്ടിക്കുലർ റിലേഷൻഷിപ്പ്. സോ അതുകൊണ്ടാണ് നമുക്ക് ലോൺ എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നു, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ. ഞാൻ നേരത്തെ ഒരു വീക്ക് എൻറ്റിറ്റിയുടെ കാര്യം പറഞ്ഞു. കസ്റ്റമർ ഇല്ലെങ്കിൽ ലോണിന് നിലനിൽപ്പുണ്ടോ? ഇല്ല അല്ലേ? അതായത് കസ്റ്റമറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലോൺ നിൽക്കുന്നത്. സോ അത് തന്നെയാണ്. അപ്പോൾ ഒരു വീക്ക് എൻറ്റിറ്റി ആണെങ്കിൽ ഈ വീക്ക് എൻറ്റിറ്റിയിലെ എല്ലാ എലമെൻസും ടോട്ടൽ പാർട്ടിസിപ്പേഷനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ വീക്ക് എൻറ്റിറ്റി കൊണ്ട് നിലനിൽപ്പുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഇവിടെയും പറയുക. സോ അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ് വീക്ക് എൻറ്റിറ്റി. അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ടോട്ടൽ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഒരു പാർട്ടിസിപ്പേഷൻ, അതായത് നമ്മളൊരു എൻറ്റിറ്റി വീക്ക് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വീക്ക് എൻറ്റിറ്റി ഷുഡ് ബി പാർട്ടിസിപ്പേറ്റ്. അതെന്തായിരിക്കണം? കംപ്ലീറ്റ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ എ റിലേഷൻ. ദാറ്റ്സ് വൺ തിങ്. ക്ലിയർ? ആ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആൾവേസ് റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് എ ഡബിൾ ലൈൻ. സോ സിംഗിൾ, ദാറ്റ്സ് എ കസ്റ്റമർ. എല്ലാ കസ്റ്റമറിനും ലോൺ വേണമെന്നുണ്ടോ? ഇല്ല അല്ലേ? കസ്റ്റമറിന് ലോണുള്ള കസ്റ്റമർ ഉണ്ടാവാം, ലോൺ ഇല്ലാത്ത കസ്റ്റമറും ഉണ്ടാവാം. സോ ഇറ്റ്സ് എ പാർഷ്യൽ. എവരി കസ്റ്റമർ നോട്ട്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് പർട്ടിക്കുലർ റിലേഷൻ, ദ ബോറോയിങ് റിലേഷൻ. ക്ലിയർ? That's a partial. Clear? Then the next topic, that is key. Okay, നമ്മൾ കുറേ പഠിച്ചു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കീ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഞാനൊരു സ്റ്റുഡൻറ്റിനെ കൺസിഡർ ചെയ്തെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ കുറേ എൻ്റെ മുന്നിൽ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ഇയാളൊരു സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് എനിക്ക് സ്റ്റുഡൻസ് എന്ന് പറയാം. ക്ലിയർ?
അപ്പോൾ എനിക്ക് കുറേ സ്റ്റുഡൻറ്റുകളുണ്ടല്ലേ, സ്റ്റുഡ് 1, സ്റ്റുഡ് 2, സ്റ്റുഡ് 3, അങ്ങനെ എനിക്ക് കുറേ സ്റ്റുഡൻറ്റുകളുണ്ട്. എല്ലാ സ്റ്റുഡൻറ്റിനും ഒരു കോമൺ, അതായത് നമുക്ക് എല്ലാ സ്റ്റുഡൻറ്റിനും നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കുറച്ച് ആട്രിബ്യൂട്ട്സ് ഡിഫൈൻ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കുള്ള ഓരോ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇയാളുടെ നെയിം ഇത്, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോൾ നമ്പർ. ഓക്കെ, ഈ ആട്രിബ്യൂട്ട്സിനെ നമുക്ക് കുറച്ച് കീസായിട്ട് പറയണം. അതായത് ഇപ്പോൾ ഒരു എൻറ്റിറ്റീനെ ഡിഫൈൻ ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ഒന്നോ അതിൽ കൂടുതലോ ആയിട്ട് നമ്മൾ രണ്ട് മൂന്ന് ആട്രിബ്യൂട്ട്സുകൾ ഗ്രൂപ്പ് ചെയ്തും കൊണ്ട് ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റീനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ സൂപ്പർ കീ എന്ന് പറയും. അപ്പോൾ സൂപ്പർ കീ ഓഫ് ആൻ എൻറ്റിറ്റി സെറ്റ് ഈസ് എ സെറ്റ് ഓഫ് 1 or more attribute whose value uniquely determine each entity. ഓരോ എൻറ്റിറ്റിനെയും യൂണീക്ലി അതിൻ്റെ വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ വാല്യൂ വെച്ചിട്ടാണ് ഓരോരെയും യൂണീക്ലി നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം? സൂപ്പർ കീ എന്ന് പറയാം. അപ്പോൾ കാൻഡിഡേറ്റ് കീ എന്താ? അതിൻ്റെ ഒരു മിനിമൽ സൂപ്പർ കീനെ നമ്മൾ എന്തെന്ന് പറയുന്നു? കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാങ്കിങ് സിസ്റ്റത്തിലോട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കാം. ഒരു ബാങ്കിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു കസ്റ്റമറെ നോക്കുമ്പോൾ കസ്റ്റമറിനെ യുണീക്ലി പറയുന്ന ആ ഒരു കസ്റ്റമറിന് കസ്റ്റമർ ഐ ഡി ഉണ്ടാവും, അതിക്ക് കറസ്പോണ്ടിങ് ഒരു അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ കസ്റ്റമർ ഐ ഡി ആൻഡ് ദ അക്കൗണ്ട് ഐ ഡി നമുക്കതിനെ ക്ലബ് ചെയ്ത് രണ്ടും കൂടി ചേർന്നാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ എൻ്റയർ ഇൻഫർമേഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും, റൈറ്റ്? സോ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? സൂപ്പർ കീ. അതിനകത്തുള്ള ഓരോ കാൻഡിഡേറ്റ് കീ ആരാണ്? ദിസ് ഫസ്റ്റ് തിങ് ആരാണ്? അതിൽ ഒരു കാൻഡിഡേറ്റ് കീ ആണെന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ട് നമ്പർ. അനദർ വൺ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ കസ്റ്റമർ അല്ലേ, കസ്റ്റമർ ഐ ഡി എന്ന് പറയുന്നത് കസ്റ്റ് ഐ ഡി. സോ ദാറ്റ്സ് എ കാൻഡിഡേറ്റ് കീ. Clear? Then next is a primary key. That is a unique key that is uniquely identifying the corresponding attribute. അതായത് ഇതൊന്ന് one candidate key is selected as the primary key. ഇപ്പോൾ ഒരു ഇതിൽ ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ് കീ ഉണ്ടാവും. ബട്ട് പ്രൈമറി കീ എന്ന് പറയുന്നത് എന്താ? വൺ ഓഫ് ദ കാൻഡിഡേറ്റ് കീനെ നമ്മൾ പ്രൈമറി എന്ന് പറയുന്നു. അതായിരിക്കും ആ ഒരു പർട്ടിക്കുലർ റിലേഷനെ അല്ലെങ്കിൽ ആ ഒരു എൻറ്റിറ്റീനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് പ്രൈമറി കീ. അത് തന്നെയാണ് ഇവിടെ താഴെ പറയുന്നത് കേട്ടോ. ദ കോമ്പിനേഷൻ ഓഫ് പ്രൈമറി കീസ് പാർട്ടിസിപ്പൻ്റ് എൻറ്റിറ്റി സെറ്റ് ഫോം എ സൂപ്പർ കീ. ഓക്കെ, ഇതാ ഇവിടെ പറഞ്ഞു കസ്റ്റമർ ഐ ഡി, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലെ കസ്റ്റമർ ഐ ഡിയും അക്കൗണ്ട് നമ്പർ ഈസ് എ സൂപ്പർ കീ ഫോർ എ ഡെപ്പോസിറ്റ്. അതുപോലെ തന്നെ നമുക്ക് അതിനകത്തുള്ള ഓരോ എലമെൻറ്റും അല്ലേ, ആ രണ്ട് ഇൻഫോർമേഷനും വെച്ചുകൊണ്ട് നമുക്ക് കസ്റ്റമർ ഇൻഫോർമേഷൻ, അത് കസ്റ്റമറിൻ്റെ അക്കൗണ്ട് ഇൻഫോർമേഷൻ എടുക്കാം, കസ്റ്റമറിൻ്റെ എൻ്റയർ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും അല്ലേ. ആ ഓരോന്നും ഇനി അക്കൗണ്ട് ഇൻഫർമേഷൻ ദസ് അക്കൗണ്ട്, ഇനിയല്ല നമുക്കിപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ഇൻഫർമേഷനാണ് യുണീക്ലി വേണ്ടതെങ്കിൽ കസ്റ്റമർ ഐ ഡി. ക്ലിയർ? ദറ്റ്സ് എ പ്രൈമറി കീ. ഓക്കെ, എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഇപ്പോൾ നമ്മളെല്ലാ ടോപ്പിക്കും നമുക്ക് അതിനകത്ത് വരുന്ന മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് നമ്മൾ മെയിനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിൽ കൂടെ നമ്മൾ ലേൺ ചെയ്തു. അതായത് നമ്മൾ എൻറ്റിറ്റി എന്താണെന്ന് നോക്കി, അതായത് നമ്മളൊരു മോഡലാണെങ്കിൽ മോഡൽ എന്താണെന്ന് നോക്കി, അതിനകത്ത് വരുന്ന മെയിൻ ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് എന്താണെന്ന് നോക്കി, ആ ഓരോ എലമെൻറ്റ്സും എന്തൊക്കെയാണ്, അതിൻ്റെ ടൈപ്സ് എന്താണെന്ന് നോക്കി, അത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ നോക്കി, അതിൻ്റെ ഓരോ ഡയഗ്രമാറ്റിക് വ്യൂ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്, റിലേഷൻഷിപ്പ്, നമ്പർ ഓഫ് കാർഡ്, അങ്ങനെ നമുക്ക് മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒരു 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കിത് വായിക്കാം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഓണർ ആൻഡ് എ വീക്ക് എൻറ്റിറ്റി സെറ്റ് ഇൻ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ഓക്കെ, എൻ്റെ അടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വീക്ക് എൻറ്റിറ്റിയുടെ കാര്യമാണ്. ഞാൻ ഈ ഒരു ഓപ്ഷൻ വായിക്കുന്നില്ല, അതിന് മുന്നേ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഒരു വീക്ക് എൻറ്റിറ്റിയെ പറ്റിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. വീക്ക് എൻറ്റിറ്റി എന്താ നമ്മൾ പഠിച്ചത്? മറ്റൊരു എൻറ്റിറ്റി, അതായത് നമ്മൾ സ്ട്രോങ് എൻറ്റിറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് അല്ലേ. രണ്ടാമത് നമ്മൾ എന്താ പഠിച്ചത്? ആ ഒരു സ്ട്രോങ് എൻറ്റിറ്റി ഇപ്പോൾ നമുക്കില്ലാതായാൽ നമ്മളെ വീക്ക് എൻറ്റിറ്റി എന്തായി പോകും. ക്ലിയർ? ഇനി നമ്മൾ വീണ്ടും പഠിച്ചു, ഇപ്പോൾ ഒരു എൻറ്റിറ്റി വീക്ക് ആണെന്നുണ്ടെങ്കിൽ ആ എൻറ്റിറ്റി ആ ഒരു റിലേഷൻഷിപ്പിൽ ടോട്ടൽ പാർട്ടിസിപ്പേഷനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചു ഒരു 1 to many റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റഡ് ആയിരിക്കണം. ക്ലിയർ? അതായത് ആ ഒരു സംഭവം മൾട്ടിപ്പിൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഒരു 1 to many റിലേഷൻഷിപ്പിൽ എന്തായിരിക്കും?
പാർട്ടിസിപ്പേറ്റഡ് ആയിരിക്കണം. ഇത്രയും പോയിൻറ്റ്സുകൾ നമ്മളൊരു വീക്ക് എൻറ്റിറ്റി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു. നമ്മൾ ഡബിൾ റെക്റ്റാങ്കിൾ ആണ് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന റിലേഷൻ നമ്മൾ ഡയമണ്ടിലാണ് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ക്ലിയർ? ഇനി നമുക്ക് ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ നോക്കാം ഏതായിരിക്കും കറക്റ്റ് എന്ന്. ഫസ്റ്റ് ഓപ്ഷൻ വായിക്കാം. ദ വീക്ക് entity set must have total participation in identifying relationship. ശരിയാണോ? ആണല്ലേ. ഓക്കെ, ദിസ് ഈസ് അവർ ആൻസർ. വേറെ നമുക്ക് നോക്കണോ? എന്നാൽ നമുക്ക് നോക്കാം, ഓപ്ഷൻ നോക്കി നോക്കാം അല്ലേ. ദ ഓണർ എൻറ്റിറ്റി സെറ്റ് മസ്റ്റ് ഹാവ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഐഡൻറ്റിഫൈങ് റിലേഷൻഷിപ്പ്. ശരിയാണോ? അല്ല. ബോത്ത് വീക്ക് ആൻഡ് ഓണർ എൻറ്റിറ്റി മസ്റ്റ് ഹാവ് ടോട്ടൽ. നോ. നമ്മൾ സ്ട്രോങ് എൻറ്റിറ്റി ടോട്ടൽ പാർട്ടിസിപ്പേഷൻ, അവരാരും ടോട്ടലി നിൽക്കണം എന്നൊന്നുമില്ല. ഓക്കെ, ദെൻ നെയ്തർ വീക്ക്, അതൊന്നും പേര് തന്നെ നമുക്ക് മനസ്സിലാവും, അതൊന്നും അല്ല. സോ അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ എ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ. നിങ്ങൾക്കത് വായിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, എങ്ങനെയാണ് ആ ഒരു ആൻസർ. അതായത് ആ വീക്ക് എൻറ്റിറ്റി നമ്മൾ നേരത്തെ പഠിച്ച കാര്യത്തിൻ്റെ ഒരു സമ്മറി, ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസറിൻ്റെ സമ്മറിയാണ്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇവിടെ നോക്കാം. ഇവിടെ നിങ്ങളുടെ ഒരു ഡയഗ്രാമാണേ, അപ്പം നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യണേ. ഓക്കെ, ഇൻസ്ട്രക്ടേഴ്സ് ടീച്ച് കോഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് അവിടെ നീട്ടി. ഇൻസ്ട്രക്ടർ ടീച്ച് കോഴ്സ്. സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ കോഴ്സ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണെന്ന് മനസ്സിലായി. ടീച്ചർ അത് പഠിപ്പിക്കും, ദാറ്റ്സ് എ റിലേഷൻ, റൈറ്റ്? ഇനി അടുത്തിലോട്ട് പോകാം. സ്റ്റുഡൻറ്റ് രജിസ്റ്റർ കോഴ്സ്. ദിസ് ഇസ് അനദർ വൺ തിങ്. സ്റ്റുഡൻറ്റ് രജിസ്റ്റർ ഫോർ കോഴ്സ്. അതായത് അപ്പം നമുക്ക് അവിടെ നിന്ന് മനസ്സിലായി സ്റ്റുഡൻ്റ് ഉണ്ട്, ഇവിടെ ഒരു റിലേഷൻ വന്നു. ഡയഗ്രാം, സോറി കേട്ടോ, ഇവിടെ ഒരു ഡയഗ്രാമായിട്ട് പോവുക. ഇവിടെ എന്തായിരുന്നു? ടീച്ച്, റൈറ്റ്? ഇവിടെ എന്തായിരുന്നു? രജിസ്റ്റർ. എന്താ സ്റ്റുഡൻറ്റ് രജിസ്റ്റർ ചെയ്തത്? കോഴ്സ്. ക്ലിയർ? ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇനി കോഴ്സസ് ആർ അലോക്കേറ്റഡ് ക്ലാസ് റൂം. കോഴ്സസ് ആർ അലോക്കേറ്റഡ് ക്ലാസ് റൂം. അപ്പോൾ നമുക്ക് കോഴ്സ് നമുക്ക് എന്തുണ്ട്? ഓരോ കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള ക്ലാസ് റൂം ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. റൂം, നമ്മുടെ ക്ലാസ് റൂം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ? അലോക്കേറ്റഡ്. ക്ലിയർ? ഇനി അടുത്തത് ഇൻസ്ട്രക്ടർ ഗൈഡ് സ്റ്റുഡൻറ്റ്. ഇൻസ്ട്രക്ടർ എന്ത് ചെയ്യുന്നു? സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുന്നു. ഗൈഡ്. സോ ഇതാണ് നമുക്ക് കിട്ടിയത്. ഇതിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ഇൻസ്ട്രക്ടർ, കോഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂം, പിന്നെ സ്റ്റുഡൻറ്റ്, ഇതെല്ലാം എന്താണെന്ന് മനസ്സിലായിടാ? എൻറ്റിറ്റീസ് ആണെന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് റിലേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് പോയിട്ട് ഇത് ഏതാ ശരിയെന്ന് നോക്കി. ഇതിൽ നിന്ന് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്രാം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് ഫസ്റ്റ് വൺ ശരിയാണോ? ബിക്കോസ് ഇവിടെ ഇൻസ്ട്രക്ടർ ടീച്ചേഴ്സ് കോഴ്സ്, ഓക്കെ. ദെൻ രജിസ്ട്രേഷൻ, ദെൻ ഇവിടെ വന്നിട്ട് ഗൈഡ്സ് ഉണ്ട്, ദെൻ അലോക്കേഷൻ, ദെൻ ഇവിടെ നോക്കാം നമ്മുടെ കറക്റ്റ് ഇൻസ്ട്രക്ടർ. നമ്മൾ ആ ഓരോന്നായിട്ട് പഠിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഡയഗ്രാം കറക്റ്റായിട്ട് വന്നില്ലേ? ക്ലിയർ? സോ ഇപ്പം നമ്മൾക്ക് ഈ ഒരു തന്നിരിക്കുന്ന സംഭവത്തിൽ നിന്ന് ഈ ഒരു ഡയഗ്രാം, അതായത് നമുക്ക് ഈ തന്നിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ നോക്കണം എന്തൊക്കെയാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളതെന്ന്. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനകത്ത് തന്നിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലായി എൻറ്റിറ്റി എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവിടെ വന്ന റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് മനസ്സിലായി. അതിനകത്ത് എന്തൊക്കെയാണ് ഡയഗ്രാമായിട്ട് വരേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതിനകത്ത് പ്രോജക്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ പറയുന്നതല്ല, അപ്പോൾ ഇത് തെറ്റാണ്. പിന്നെ നമുക്ക് പറയുന്നത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് then grades on the students. So this one is the correct one. Okay, then this is an explanation for this thing. You can understand. Okay, you can go through this and understand. Okay, then നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നോക്കിയാലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? നെക്സ്റ്റ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് സപ്പോർട്ടിങ് മെനി ടു വൺ റിലേഷൻഷിപ്പ് of a weak entity set in an entity relationship diagram? The many to one relationship. Which one of the following is used to represent the supporting many to one? നമ്മൾ ഓൾറെഡി many to one എന്തെന്ന് നമ്മൾ പഠിച്ചു. വീക്ക് entity നിൽക്കട്ടെ, നമ്മൾ many to one എങ്ങനെയാണ് പഠിച്ചത്? ഇതൊരാൾ മെനി ടു വൺ, ഇവിടെയാണ് മെനി, ഇവിടെ വൺ. അപ്പോൾ ആരിലോട്ടായിരുന്നു ആരോ പോയേണ്ടത്? ഇങ്ങോട്ട്. ഇത്രയും നമ്മൾ അവിടെ നിന്ന് ഫസ്റ്റത്തെ പോയിന്റ് നമ്മളെ കയ്യിലേക്ക് കിട്ടി. റെപ്രസെൻറ്റിങ് മെനി ടു വൺ വീക്ക് എൻറ്റിറ്റി സെറ്റ് ഇൻ എ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം. അപ്പോൾ ഇതാണ് നമുക്ക് വരേണ്ടത്, മനസ്സിലായി അല്ലേ? ഇനി
വീക്ക് എൻറ്റിറ്റി ആണെങ്കിൽ ആരായിരിക്കും വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത്? വീക്ക് എൻറ്റിറ്റി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ഡബിൾ ആയിട്ടുള്ള കാര്യത്തിന് അല്ലേ? ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് വേണ്ടുന്നുള്ള കുറച്ച് ഇതൊന്ന് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. എൻറ്റിറ്റിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, റിലേഷൻഷിപ്പിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, ആട്രിബ്യൂട്ട്, വീക്ക് എൻറ്റിറ്റി, ഓരോന്ന് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് വീക്ക് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു വീക്ക് എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വീക്ക് എൻറ്റിറ്റി ക്ലിയർ. നമ്മുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഇരിക്കും. വീക്കായിട്ടുള്ള ഒരാളാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇരിക്കുക? ക്ലിയർ? ദിസ് ഈസ് ദ തിങ്. ഇതായിരിക്കണം നിങ്ങളുടെ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. റെക്റ്റാങ്കിൾ വിത്ത് ഡബിൾ ബോർഡർ. ക്ലിയർ അല്ലേ? ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ER മോഡലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളടുത്ത് പറയുന്നുണ്ട് Y ഈസ് ഡോമിനൻ്റ് എൻറ്റിറ്റി, X ഈസ് സബോർഡിനേറ്റ്. Y എന്ന് പറയുന്നത് ഡോമിനൻ്റ് ആണ്, X എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഡോമിനൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രോങ് ആണ്, ഇത് വീക്കാണ്. അപ്പോൾ ഇയാളുടെ എക്സിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഇയാൾക്ക് നിലനിൽപ്പുണ്ടാടോ? ഉണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഉത്തരം. അതായത് ഇഫ് X ഈസ് ഡിലീറ്റഡ് ദെൻ Y ഈസ് ആൾസോ ഡിലീറ്റഡ്. അതാണ് ഫസ്റ്റ്. എക്സ് ഡിലീറ്റ് ചെയ്താൽ Y ഡിലീറ്റ് ചെയ്യുമോ? X എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ആണ്, എൻ്റെ ഓപ്ഷൻ തെറ്റാണ്. Y ഈസ് ഡിലീറ്റഡ് ദെൻ X ഈസ് ആൾസോ ഡിലീറ്റഡ്. ശരിയാണ്. Y എന്ന് പറയുന്നത് എൻ്റെ സൂപ്പറാണ് അല്ലേ, എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. സോ അയാൾ ഡിലീറ്റ് ആയി പോയി പിന്നെ X നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ B ഈസ് ദ കറക്റ്റ് വൺ. ക്ലിയർ? എനി ഡൗട്ട് ഹിയർ? ഇറ്റ്സ് an explanation, okay? You can go through it, you will understand. Then our final question, okay? Which symbol denoted derived attribute in ER model? I already mentioned, okay, what is by derived attribute, okay? I will explain one more time. Okay, there is one thing, there is a date of birth is for example, a particular student has a date of birth. Based on this date of birth value, we can extract our age, right? This is the derived thing. ഒരു ആട്രിബ്യൂട്ടിൽ നിന്ന് മറ്റൊരു ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂവിനെ ഡിറൈവ് ചെയ്യാൻ പറ്റിയാൽ, ഒരു ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ നിന്ന് മറ്റൊരു ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് ഇസ് നോൺ ആസ് ഡിറൈവ്ഡ് തിങ്. സോ ദാറ്റ് ഇസ് ഏജ് ഈസ് എ ഡിറൈവ്ഡ്. സോ വി ക്യാൻ ഡിനോട്ടഡ് ബൈ യൂസിങ് ഡാഷ്ഡ്. So which one? Dashed. So option B. Clear? Okay. Okay, these are the topic. ഇത്രയാണ് നമ്മളിന്ന് നോക്കിയത് എന്തൊക്കെയാണെന്നും അതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.